Good evening, all. It is my pleasure to introduce our esteemed mentor for today's session, Ms. Shahina MS of KME Engineering College. It is a privilege to have you with us today, ma'am, and I also welcome all the students attending the session. Let's begin the session. Okay, hi, good afternoon. Can all of you hear my sound? Yes, ma'am, you're audible. Yeah, okay. Yeah, I am Shahina from KME Engineering College. എല്ലാവർക്കും ഓഡിബിൾ ആണല്ലോ അല്ലെ? Yes, ma'am. നമുക്ക് ഇന്ന് കെമിസ്ട്രിയുടെ എക്സാം പ്രിപ്പറേഷൻ ആണ്. എല്ലാവരും ഇപ്പൊ ഓൾറെഡി ഐ തിങ്ക് 5 മൊഡ്യൂൾസും കംപ്ലീറ്റഡ് ആയെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ഏതൊക്കെ പോയിന്റ്സ് ആണ് ഇമ്പോർട്ടന്റ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ ഐ വിൽ പ്രസന്റ് മൊഡ്യൂൾ വൈസ് ദ നോട്ട്സ് ഓഫ് ക്വസ്റ്റ്യൻ ബാങ്ക്. Then if you have any doubts, you can ask the doubts and questions also. If I have to repeat anything, you also ask doubts. Okay. I am presenting the notes. Can you see the notes from the first module? Yes, ma'am. Yeah. Okay. Then first module. എല്ലാവർക്കും റെസ്പോണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ അല്ലെ? ഉണ്ട്. ഓക്കെ. ഫസ്റ്റ് എല്ലാവരും ഇപ്പൊ ഇലക്ട്രോകെമിസ്ട്രി ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പം ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടതെന്ന് പറയുന്നത് ലേൺസ്റ്റ് ഇക്വേഷൻ ആണ്. ദാറ്റ് ഇസ് പ്രസന്റേഷനിൽ കൊടുത്തിട്ടുണ്ട് ലേൺസ്റ്റ് ഇക്വേഷനും ഡെറിവേഷനും. അപ്പൊ ഫസ്റ്റ് മൊഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ലേൺസ്റ്റ് ഇക്വേഷൻ. അതിന്റെ ഡെറിവേഷൻസ്. ഡെറിവേഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ഫോർ 1 ഇലക്ട്രോഡും ഡിറൈവ് ചെയ്ത് പഠിക്കണം ആൻഡ് ഓൾസോ ഫോർ എ ഡാനിയൽസൺ. ഡാനിയൽസണിന്റെ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഡാനിയൽസണിൽ ഇക്വേഷനും നോക്കണം, അതേപോലെ തന്നെ എങ്ങനെയാണ് അത് റെപ്രസെന്റ് ചെയ്യാന്നുള്ളത് നോക്കണം. ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ ഡാനിയൽസൺ. All of you know the anode is zinc and the cathode is copper. So anodic reaction എഴുതാൻ പഠിക്കണം. അറിയാം ആനോഡില് ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. ദാറ്റ് ഇസ് ദ റിമൂവൽ ഓഫ് ഇലക്ട്രോൺസ് ആണ്. കാത്തോഡില് ഇലക്ട്രോൺസ് അക്സെപ്റ്റ് ചെയ്യുവാണ്. അപ്പൊ കോപ്പർ ആണ് കാത്തോഡായിട്ട് ആക്ട് ചെയ്യുന്നത്, സിങ്ക് ആണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ഡാനിയൽസിന്റെ ഇക്വേഷൻ എന്തായാലും അവെയർ ആയിരിക്കണം, ബിക്കോസ് നമ്മൾ എല്ലാ എക്സാമ്പിൾസും എടുക്കുന്നത് ഡാനിയൽസിൽ വെച്ചിട്ടാണ്. ഇതാണ് ഡാനിയൽസണിന്റെ ഇക്വേഷൻ. ദിസ് ഈസ് ദ സെൽ റെപ്രസെന്റേഷൻ. സെൽ റെപ്രസെന്റേഷൻ തന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ എഴുതാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. കാരണം പ്രോബ്ലംസ് എന്തായാലും ഷുവർ ആണ്. ലേൺസ്റ്റ് ഇക്വേഷന്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഡെറിവേഷൻ ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 3-4 ക്വസ്റ്റ്യൻസ് ലേൺസ്റ്റ് ഇക്വേഷനിൽ നിന്ന് ഉണ്ടാകാറുണ്ട് ജനറലി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന്. അപ്പം ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ അല്ലെങ്കിൽ ഒരു സെല്ല് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആനോഡിൽ എഴുതുന്ന ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് സിങ്ക്, അതുപോലെ കാത്തോഡിൽ എഴുതുന്ന ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് Cu2+. രണ്ടുമായിരിക്കും എപ്പോഴും റിയാക്ടൻസ് ആയിട്ട് എടുക്കേണ്ടത്. ഒരു സെല്ല് റെപ്രസെന്റ് ചെയ്താൽ എങ്ങനെയാണ് സെൽ ഇക്വേഷൻ എഴുതാന്നുള്ളതാണ്. അപ്പം ഫസ്റ്റ് എഴുതുന്നത് ആനോഡിൽ ഫസ്റ്റ് എഴുതുന്ന സിങ്കും കാത്തോഡിൽ ഫസ്റ്റ് എഴുതുന്ന കോപ്പറുമായിരിക്കും റിയാക്ടൻസ്. സെക്കൻഡിൽ വരുന്ന Zn2+ഉം അതേപോലെ തന്നെ Cuവുമായിരിക്കും പ്രോഡക്റ്റ് ആയിട്ട് എഴുതുന്നത്. അപ്പൊ മിക്കവാറും മേ ബി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ സെല്ല് റെപ്രസെന്റ് ചെയ്യും, അതിലേക്ക് ലേൺസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറയാറുണ്ട്. അപ്പൊ സെല്ല് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ലേൺസ്റ്റ് ഇക്വേഷൻ എഴുതാനുള്ള എളുപ്പ വഴിയാണ്. നമ്മൾ ആനോഡിക് റിയാക്ഷനും കാഥോഡിക് റിയാക്ഷനും എഴുതാതെ തന്നെ എങ്ങനെ ഇക്വേഷൻ എഴുതാം എന്നാണ് പറഞ്ഞത്. ഓക്കെ. അപ്പം ഫസ്റ്റ് നോക്കേണ്ടത് ലേൺസ്റ്റ് ഇക്വേഷൻ ഫോർ എ ഇലക്ട്രോഡ് ആൻഡ് ഓൾസോ ഫോർ എ സെൽ. ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ ആൻ ഇലക്ട്രോഡ്. സെല്ല് നമ്മൾ എപ്പോഴും ഡിറൈവ് ചെയ്യുമ്പോൾ ബേസ്ഡ് ഓൺ ഡാനിയൽ സെൽ ആണ് ഡിറൈവ് ചെയ്യേണ്ടത്. അത് ക്ലിയർ ആണല്ലോ? ഡെറിവേഷൻ ഓഫ് ലേൺസ്റ്റ് ഇക്വേഷൻ ഫോർ എ സെൽ ആൻഡ് ആൻ ഇലക്ട്രോഡ്. ഏതെങ്കിലും പോർഷൻ ആ ഭാഗത്തിന് ഡൗട്ട് വരുന്നുണ്ടോ? ഡിറൈവ് ചെയ്ത് എഴുതാമല്ലോ.
Okay. Hello. ഹലോ, ഓഡിബിൾ ആണല്ലോ അല്ലെ? റെസ്പോണ്ട് ചെയ്ത് നന്നായിരുന്നു. ഓക്കെ. രോഹിത്, എനി ഡൗട്ട് ഉണ്ടോ? I think you can text. Hello. Is there any doubt in the non-stick equation? Is it okay? Can everyone hear my voice? You can unmute and say anything. Or you have to text. Hello. Is it audible? Okay. Next is the functions of salt bridge. What is the functions of salt bridge? അതൊന്ന് നോക്കണം. അതും 3 mark question ആയിട്ട് ചോദിക്കാറുണ്ട്. Then Helmholtz electrical double layer theory also ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് നമ്മൾ സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, what is the origin of single electrode potential and how we can explain the Helmholtz electrical double layer theory. അത് രണ്ടും, അതായത് ഫസ്റ്റ് നോക്കേണ്ടത് Nernst equation. Then Nernst equation you have to study the derivation of Nernst equation for a cell and also for an electrode. Then functions of salt bridge. Then Helmholtz electrical double layer theory. Nernst equation എങ്ങനെയാണ് ഒരു ഇക്വേഷനിലോട്ട് ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുള്ളത്. ഒരു 4 times or 5 times repeated question ആണ്. What is the standard electrode potential of Ni2 plus electrode if the cell potential of nickel, cell potential തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ആ ഒരു സെല്ലിന്റെ നിക്കലും കോപ്പറുമാണ് ആനോഡും കാത്തോഡും ആയിട്ട് എടുത്തേക്കുന്നത്. ആ സെല്ലിന്റെ സെൽ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട് 25 ഡിഗ്രി സെൽഷ്യസിലുള്ളത്. E0 ഓഫ് കോപ്പറും തന്നിട്ടുണ്ട്, E0 ഓഫ് നിക്കൽ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പം അത് ഇത് ഒരു 4 times or 5 times റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ വർഷവും ചോദിച്ചതാണ്. കോപ്പറിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്, നിക്കലിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ് വി ഹാവ് ടു കാൽക്കുലേറ്റ്. സെൽ പൊട്ടൻഷ്യൽ ആസ് എ ഹോൾ തന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് നമുക്ക് വി ഹാവ് ടു റൈറ്റ് ദ സെൽ റിയാക്ഷൻ. ദിസ് ഈസ് ദ സെൽ റിയാക്ഷൻ. ആനോഡ് ഏതാണ് കാത്തോഡ് ഏതാണെന്ന് നമുക്കൊരു സെൽ റെപ്രസെന്റേഷൻ തന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. നിക്കൽ ആനോഡാണ്, കോപ്പർ ഇസ് ദ കാത്തോഡ്. സോ സെൽ റിയാക്ഷൻ ഈസ് Ni, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ Ni ഫസ്റ്റ് ഓഫ് ഓൾ റിയാക്ടന്റ് ആണ്, Cu2 പ്ലസ് റിയാക്ടന്റ് ആണ്. ദാറ്റ് വിൽ ഗീവ് പ്രോഡക്റ്റ് ആയിട്ട് സെക്കൻഡ് വരുന്ന Ni2 പ്ലസ് പ്ലസ് Cu. ദെൻ E0 സെൽ എന്താണെന്നുള്ളത് നമുക്കറിയാം. ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് സെൽ ആണ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് E0 ഓഫ് കാത്തോഡ് മൈനസ് E0 ഓഫ് ആനോഡ്. ഇവിടെ ഈ സെൽ റെപ്രസെന്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാത്തോഡ് ഏതാണ് ആനോഡ് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. കോപ്പർ ആണ് കാത്തോഡ്. അപ്പൊ E0 ഓഫ് കോപ്പർ മൈനസ് E0 ഓഫ് ആനോഡ് എന്ന് പറയുന്നത് നിക്കലാണ്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് അറിയില്ല. അപ്പൊ നെർൻസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. നെർൻസ്റ്റ് ഇക്വേഷൻ ഫോർ എ സെൽ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. E സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 2.303 RT by NF ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ റിയാക്ടൻസ് ആണ്. ഈ ഒരു ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന മൊഡ്യൂളില് മെയിൻ നെർൻസ്റ്റ് ഇക്വേഷൻ ആണ്. എവിടെ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് നെർൻസ്റ്റ് ഇക്വേഷന്റെ ഡെറിവേഷനും അതേപോലെ തന്നെ ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസും ചോദിക്കുന്നുണ്ട്.
പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇക്വേഷൻ നോക്കിയാൽ അറിയാം, കോൺസെൻട്രേഷൻ ഓഫ് നിക്കൽ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് കോപ്പർ ആണ്. രണ്ട് കോൺസെൻട്രേഷനും തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ഡിറൈവ് ചെയ്ത് കൊടുത്താൽ വി ക്യാൻ കാൽക്കുലേറ്റ് ദ E0 സെൽ. E0 സെല്ല് കിട്ടിയാൽ we know E0 cell is equal to E0 of cathode minus E0 of anode. E0 of cathode already നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ we can calculate the E0 of anode. ഇങ്ങനത്തെ ക്വസ്റ്റ്യനും ട്വിസ്റ്റഡ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഹലോ, ക്ലിയർ ആവുന്നുണ്ടോ? ഹലോ, 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 ഐമി, ഹലോ, 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 നിങ്ങൾ എന്താ ഒന്ന് റെസ്പോണ്ട് ചെയ്യാത്തത്? ഹലോ, നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആപ്ലിക്കേഷൻസ് ഓഫ് ലേൺസ്റ്റ് ഇക്വേഷൻ ആണ്. അതും ഇമ്പോർട്ടന്റ് ആണ്. ആപ്ലിക്കേഷൻ, വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് ലേൺസ്റ്റ് ഇക്വേഷൻ എന്നുള്ളത് ഷെയർ ആയിട്ട് നോക്കണം. അതില് ആപ്ലിക്കേഷൻസിൽ ഒരു പോർഷൻ ആണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുള്ളത്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ കാത്തോഡിക് റിയാക്ഷനും ആനോഡിക് റിയാക്ഷനും ഈക്വൽ ആകുന്നതാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്. ഇക്വിലിബ്രിയത്തില് എപ്പോഴും EMF ഓഫ് ദ സെൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ വി നോ ലേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് E0 സെൽ E cell is equal to E0 cell minus, we know 0.0591 ആണ് 25 degree Celsius by N log concentration of product divided by concentration of reactants ആണ്. Then ഈ concentration of products by reactants നെയാണ് നമ്മൾ equilibrium constant എന്ന് പറയുന്നത്. അപ്പൊ E cell will be always 0 at equilibrium. ആ പോയിന്റ് നോട്ട് ചെയ്തോളാം. E cell 0 ആണ്. അപ്പൊ നമ്മൾക്ക് അതിനകത്ത് നിന്ന് 0 is equal to E0 cell minus 0.0591 by N log K എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടും. We can derive from that equation log K is equal to N E0 cell by 0.0591. This is an important equation. Equilibrium constant always എപ്പോഴും ചോദിക്കാറുള്ളതാണ്. Equilibrium constant കാണാൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ സെൽ തന്നു കഴിഞ്ഞാൽ എന്താണ് equilibrium constant എന്നുള്ളത് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. log K is equal to N E0 cell divided by 0.0591.
അപ്പം നേൺസ്റ്റ് ഇക്വേഷൻ പറഞ്ഞു. നേൺസ്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യാന്ന് പറഞ്ഞു. എന്താണ് വാട്ട് ഈസ് ദ എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ഓൺ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നുള്ളത് പറഞ്ഞു. വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് നേൺസ്റ്റ് ഇക്വേഷൻ, ഇതെല്ലാം ഫസ്റ്റ് മൊഡ്യൂളിൽ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അനദർ ഇമ്പോർട്ടന്റ് വൺ ഈസ് ദ റെഫറൻസ് ഇലക്ട്രോഡ്. റെഫറൻസ് ഇലക്ട്രോഡ് എന്താണെന്നുള്ളത് നോക്കിക്കോളാം. ദെൻ വാട്ട് ഈസ് പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡ്, ഗിവ് എക്സാമ്പിൾ ആൻഡ് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുള്ളത്. എസ് എ ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഓൾസോ സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡും ചോദിക്കാറുണ്ട്. സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡ് എന്ന് പറയുമ്പോൾ കലോമലും ഗ്ലാസ് ഇലക്ട്രോഡും ആണ്. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അതായത് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് റെഫറൻസ് ഇലക്ട്രോഡ്സ്, എക്സ്പ്ലെയിൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡ് വിത്ത് എക്സാമ്പിൾ. അപ്പൊ ഗ്ലാസ് ഇലക്ട്രോഡ് അല്ലെങ്കിൽ കലോമൽ ഇലക്ട്രോഡ് നോക്കുക. ദെൻ SHE ആണ് പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡ്. അപ്പൊ അതാണ് റെഫറൻസ് ഇലക്ട്രോഡിൽ നിന്ന് വരുന്ന പോയിന്റ്സ്. ദെൻ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഗ്ലാസ് ഇലക്ട്രോഡ് വെച്ചിട്ട് pH എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുക. ദാറ്റ് ഈസ് ഓൾസോ അനദർ ഇമ്പോർട്ടന്റ് വൺ. How will you determine the pH of a solution using glass electrode? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്നതാണ് ഹൗ വിൽ യു ഡിറ്റർമൈൻ ദ pH ഓഫ് എ സൊല്യൂഷൻ യൂസിങ് ഗ്ലാസ് ഇലക്ട്രോഡ്. റെഫറൻസ് ഇലക്ട്രോഡിന്റെ പാർട്ടിൽ നിന്ന് അത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഒന്ന് പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡും സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡും എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ ഗ്ലാസ് ഇലക്ട്രോഡ് വെച്ചിട്ട് എങ്ങനെയാണ് pH കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, റെഫറൻസ് ഇലക്ട്രോഡിന്റെ പോർഷനിൽ നിന്ന് അത്രയും ഭാഗങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്. ദാറ്റ് ഈസ് SHE. കലോമൽ ഇലക്ട്രോഡ് പഠിക്കുമ്പോൾ അതിന്റെ ഇക്വേഷൻസ് പഠിക്കണം. അനോഡിക് റിയാക്ഷൻ, കാത്തോഡിക് റിയാക്ഷൻ. അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആ ഭാഗത്ത് നിന്ന് വരുന്നതാണ് പ്രൂവ് ദാറ്റ് ദ കോൺസെൻട്രേഷൻ ഓഫ് ക്ലോറിൻ ഡിപ്പെൻഡ്സ് ഓൺ ദി ഇലക്ട്രോഡ്, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് KCl ഡിപ്പെൻഡ്സ് ഓൺ ദി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കലോമൽ ഇലക്ട്രോഡ്. അതും സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കാം. അതായത് നിങ്ങൾ ഒരിക്കലും മൊഡ്യൂൾ 1 ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കരുത്. ജനറലി ഓൾവേസ് ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, നോട്ട് ചെയ്ത് എടുത്തോളാം. ഹൗ ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കലോമൽ ഇലക്ട്രോഡ് ഡിപ്പെൻഡ്സ് ഓൺ ദി കോൺസെൻട്രേഷൻ ഓഫ് KCl. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇക്വേഷൻസ് എഴുതുക. ഒരു നേൺസ്റ്റ് ഇക്വേഷൻ കൊടുത്തിട്ട് ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്താൽ മതി. ഈ കലോമൽ, ദാറ്റ് ഈസ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കലോമൽ ഡിറൈവ് ചെയ്തെടുക്കുക. E0 കലോമൽ മൈനസ് 0.2.303 RT ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Cl മൈനസ്. ഇതാണ് കലോമൽ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗോട്ട് ദാറ്റ് ആൻസർ. ഓക്കെ, ദാറ്റ് ഈസ് ദ റെഫറൻസ് ഇലക്ട്രോഡ് പോർഷൻ. റെഫറൻസ് ഇലക്ട്രോഡിന് അത്രയും പോർഷൻസ് നിങ്ങൾ നോക്കിയാൽ മതി. ഗ്ലാസ് ഇലക്ട്രോഡിന്റെ എങ്ങനെയാണ്, ഹൗ വിൽ യു ഡിറ്റർമൈൻ ദ pH യൂസിങ് ഗ്ലാസ് ഇലക്ട്രോഡ്. ദെൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ഇത് നോൺസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാനാണ്. അത് ഒരൊറ്റ ഇലക്ട്രോഡ് ആയിട്ടുള്ള സിങ്ക് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ ആ സിങ്കിലോട്ട് നമുക്ക് നോൺസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ്. ദെൻ ഗ്ലാസ് ഇലക്ട്രോഡ് കൺസ്ട്രക്ഷൻ ചോദിക്കാറുണ്ട്. ജനറലി എപ്പോഴും ചോദിക്കുന്നതാണ് pH എങ്ങനെയാണ് ഗ്ലാസ് ഇലക്ട്രോഡ് വെച്ചിട്ട് കണ്ടുപിടിക്കുക. നെക്സ്റ്റ് ഒരു ഷുവർ അല്ലെങ്കിൽ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഇലക്ട്രോകെമിക്കൽ സീരീസ് ആൻഡ് വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് ഇലക്ട്രോകെമിക്കൽ സീരീസ്. ഇതും ഈ ഒരു മൊഡ്യൂളിൽ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ഇലക്ട്രോകെമിക്കൽ സീരീസ് എന്താണെന്ന് നോക്കണം, അതിന്റെ ആപ്ലിക്കേഷൻസ് വെച്ചിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കും. ദാറ്റ് മീൻസ് എപ്പോഴും അറിഞ്ഞിരിക്കുക, ലോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള മെറ്റൽസ് എപ്പോഴും ഹൈലി റിയാക്റ്റീവ് ആണ്. ഹൈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളത് ലെസ് റിയാക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ലോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളതാണ് നമ്മൾ ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. നോട്ട് ചെയ്തോളാം ദാറ്റ് പോയിന്റ്. ലോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള കോമ്പൗണ്ട് ആനോഡ് ആയിരിക്കും. ദാറ്റ് വിൽ ബി ഹൈലി റിയാക്റ്റീവ്. ഹൈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള ഇലക്ട്രോഡ്സ് കാത്തോഡ് ആയിട്ട് ആക്ട് ചെയ്യും. എപ്പോഴും അത് ലെസ് റിയാക്റ്റീവ് ആയിരിക്കും. ആ ഒരു പോയിന്റ് ഇലക്ട്രോകെമിക്കൽ സീരീസിന് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് എപ്പോ ഇതിനകത്ത് നിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും E0 തരും. ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ദി ഇലക്ട്രോഡ് തരും. അത് വെച്ചിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് പറഞ്ഞാൽ മതി. ഇല്ല, സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണെങ്കിൽ ദാറ്റ് ഈസ് ഹൈലി റിയാക്റ്റീവ്.
സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണെങ്കിൽ അത് ലെസ് റിയാക്റ്റീവ് ആണ്. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അങ്ങനെ വെച്ചിട്ട് നോക്കിയാൽ മതി. ഈ ഒരു പോയിന്റ് എല്ലാ ക്വസ്റ്റ്യൻസിലും എഴുതിക്കോളാം. മെറ്റൽ ഇലക്ട്രോഡ്സ് ഹാവിംഗ് ലോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വിൽ ഓൾവേസ് ഡിസ്പ്ലേസസ് ദ മെറ്റൽ ഇലക്ട്രോഡ്സ് ഹാവിംഗ് ഹൈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ആ ഒരു പോയിന്റ് ഇതിനകത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻസിലും എഴുതി വെച്ചാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇലക്ട്രോകെമിക്കൽ സീരീസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് ഇലക്ട്രോകെമിക്കൽ സീരീസ്. അപ്പൊ ഇതൊക്കെ നോട്ട് ഡൗൺ ചെയ്യാം. ഞാൻ ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്തോളാം കേട്ടോ. ദെൻ ഇലക്ട്രോകെമിക്കൽ സീരീസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നോൺ സ്റ്റിക്വേഷൻ നിങ്ങൾ വിടേ ചെയ്യരുത്. കാരണം നോൺ സ്റ്റിക്വേഷനിൽ നിന്നുള്ള പ്രോബ്ലംസോ അല്ലെങ്കിൽ ഡെറിവേഷനോ ക്ലിയർ ആയിട്ടും ചോദിക്കുന്നതാണ്. നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് സെൽസ് ആണ്. സെൽ എന്ന് പറഞ്ഞാൽ ലിത്തിയം അയൺ സെൽ ആണ്. ജനറലി നമുക്ക് പഠിക്കാനുള്ളത് ലിത്തിയം അയൺ സെൽസ് ആണ്. അപ്പൊ ലിത്തിയം അയൺ സെൽ പഠിക്കുമ്പോൾ അതിന്റെ കൺസ്ട്രക്ഷൻ എന്താണ്, അതിന്റെ ചാർജിങ് റിയാക്ഷൻ എന്താണ്, ഡിസ്ചാർജിങ് റിയാക്ഷൻ എന്താണ്, ആപ്ലിക്കേഷൻസ്, അഡ്വാൻറ്റേജസ്, ആ രീതിയിൽ വേണം എഴുതാന്. മാർക്കിംഗ് സ്കീം അങ്ങനെയാണ്: കൺസ്ട്രക്ഷൻ, ചാർജിങ്, ഡിസ്ചാർജിങ്, ആപ്ലിക്കേഷൻ, അഡ്വാൻറ്റേജ്. ചാർജിങ് എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക, ചാർജിങ് നമ്മൾ മൊബൈലൊക്കെ ചാർജ് ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി. ആൻഡ് ഡ്യൂറിങ് ഡിസ്ചാർജിങ് നമ്മൾ ഫോണൊക്കെ ചെയ്യുകയാണെങ്കിൽ കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. അപ്പൊ ചാർജിങ് റിയാക്ഷൻസ് പഠിക്കണം. ദെൻ ഒരു ടെസ്റ്റഡ് ക്വസ്റ്റ്യൻ ഇതിനകത്ത് ചോദിച്ചതാണ്, നമ്മൾ 100% ഒരിക്കലും ഒരു മൊബൈലും റീചാർജ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ റീചാർജ് ചെയ്യരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതിന് റീസൺ എന്ന് പറയുന്നത്, ഏത് ടിപ്പിക്കൽ ലിത്തിയം അയൺ സെല്ലിലാണെങ്കിലും ചാർജിങ്ങിന്റെ റിയാക്ഷൻ ആണ് ഇത്. നിങ്ങൾ റിയാക്ഷൻ പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് Li1-XmO2 എന്ന് വരുന്നുണ്ട്. ഈ എക്സിന്റെ വാല്യൂ 100 എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി 1. 100% ചാർജ് കയറി എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പം ഈ ഒരു പോർഷൻ 1 - 1 എന്ന് പറയുന്നത് 0 ആയി പോകും. ദെൻ വി ഗെറ്റ് ദ മെറ്റൽ ഓക്സൈഡ്. മെറ്റൽ ഓക്സൈഡ് എന്ന് പറയുന്നത് ഹൈലി എക്സ്പ്ലോസീവ് ആണ്. അതുകൊണ്ടാണ് ഒരിക്കലും മൊബൈൽ 100% റീചാർജ് ചെയ്യരുത് എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു ക്വസ്റ്റ്യൻ ഈ ലിത്തിയം അയൺ സെല്ലിന്റെ പോർഷനിൽ ചോദിക്കാറുള്ളതാണ്. ദെൻ നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻ ആണ്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് വൺ പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻ. അത് ഓൾറെഡി എല്ലാവരും ലാബിൽ ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ ഒരിക്കലും ഡയറക്റ്റ് ചോദിക്കാറില്ല. ഹൗ വിൽ യു ഡിറ്റർമൈൻ ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് അയൺ? അയണിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ദാറ്റ് ക്യാൻ ബി ഡൺ ബൈ പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻ. ഇത് കലോമൽ ഇലക്ട്രോഡുമായിട്ട് അതിന്റെ ആ ഒരു പ്രൊസീജിയർ ഒന്ന് നോക്കി വെക്കുക. എസ് ആയിട്ടും ചോദിക്കാറുണ്ട്. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷനും എഗെയിൻ ചോദിക്കുന്നതാണ്. ഇത് ഒരു സെല്ലിന്റെ നോൺ സ്റ്റിക്വേഷൻ ഒരു സെല്ലിലോട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ അതൊന്ന് നോക്കാം എങ്ങനെയാണ് ചെയ്തേക്കുന്നത് എന്നുള്ളത്. നമുക്ക് കോപ്പർ, ഇത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കോപ്പർ സിൽവർ സെല്ലാണ് എടുത്തേക്കുന്നത്. അതിൽ ഏത് ക്വസ്റ്റ്യൻ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് ചോദിച്ചാലും എല്ലാത്തിന്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തരും. അപ്പൊ ഇവിടെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് സിൽവർ തന്നിട്ടുണ്ട്, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കോപ്പറും തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് നോൺ സ്റ്റിക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യാൻ പറയാണ്. ആനോഡിക് റിയാക്ഷനും കാത്തോഡിക് റിയാക്ഷനും എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആനോഡില് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നോക്കിയിട്ട് നമുക്ക് ആനോഡ് ഏതാണ് കാത്തോഡ് ഏതാണെന്ന് കണ്ടുപിടിക്കാം. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കുറവുള്ളതാണ് ആനോഡ്, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കൂടുതലുള്ളതാണ് കാത്തോഡ്. അത് എപ്പോഴും മനസ്സിൽ വെക്കുക. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കൂടുതലുള്ളതാണ് എപ്പോഴും കാഥോഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കുറവുള്ളതാണ് എപ്പോഴും ആനോഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കൂടുതലുള്ളത് എന്ന് പറയുന്നത് സിൽവർ ആണ്. അപ്പൊ ദെൻ സിൽവർ ആക്ട് ആസ് ദി കാഥോഡ് ആൻഡ് കോപ്പർ ആക്ട് ആസ് ദി ആനോഡ്. ആദ്യം അത് ഡിറ്റർമൈൻ ചെയ്യാം. എന്നിട്ട് ആനോഡിക് റിയാക്ഷനും കാത്തോഡിക് റിയാക്ഷനും എഴുതാം. ഇവിടെ കാത്തോഡിക് റിയാക്ഷൻ എഴുതുമ്പോൾ ഇതിനകത്ത് Ag+ ആണ്. ദാറ്റ് മീൻസ് ഒരു ഇലക്ട്രോണിനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷെ കോപ്പർ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു ഡിസിമിലാരിറ്റി വന്നു. അതൊരിക്കലും ശരിയാവില്ല. നോൺ സ്റ്റിക്വേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ we have to equalize the number of electrons. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇക്വലൈസ് ചെയ്യണമെങ്കിൽ ഈ കാത്തോഡിക് റിയാക്ഷനിലാണ് ഇലക്ട്രോൺസ് കുറവുള്ളത്. അപ്പൊ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോളാം. ഏത് റിയാക്ഷൻ ചോദിച്ചാലും അങ്ങനെ തന്നെ വേണം നിങ്ങൾ ചെയ്യാന്. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടോട്ടൽ റിയാക്ഷൻ എഴുതുക. അതിലേക്ക് നോൺ സ്റ്റിക്വേഷൻ അപ്ലൈ ചെയ്യുക. ഇങ്ങനത്തെ തരുന്നതൊക്കെ കോൺസെൻട്രേഷൻസ് ആണ്. അപ്പൊ എല്ലാം തന്നിട്ടുണ്ടാവും, ഒന്നും തരാതിരിക്കില്ല, എല്ലാ കോൺസെൻട്രേഷൻസും തരും. അപ്പം നോൺ സ്റ്റിക്വേഷൻ എന്നുള്ള പോർഷൻ തറോ ആക്കാം. ഓക്കെ, ദെൻ പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കേണ്ടത്
കൊറോഷൻ ആണ്. കൊറോഷൻ നോക്കുമ്പോൾ കൊറോഷനിലെ ആ ഒരു 4 കണ്ടീഷനിലുള്ള റിയാക്ഷൻസ് ആണ് നോക്കേണ്ടത്. കൊറോഷൻ മെല്ലത് ഒഴിവാക്കി ഇട്ടാലും കുഴപ്പമില്ല, കൊറോഷൻ നിങ്ങൾക്ക് ബാക്കിയുള്ള പോർഷനിൽ നിന്നുള്ള എസ്സേ കിട്ടും. ഓക്കെ, അപ്പം ഇത്രയൊക്കെ പോർഷൻസ് ആണ് ആ ഫസ്റ്റ് പോർഷനിലുള്ളത്, ഫസ്റ്റ് ഇലക്ട്രോ കെമിസ്ട്രിയിൽ. ദെൻ വരുന്നതാണ് കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റിയിൽ ചെയ്യേണ്ടത്, കണ്ടക്ടിവിറ്റി എന്താണെന്നുള്ളത് നോക്കുക. സ്പെസിഫിക് കണ്ടക്ടൻസിന്റെ ഇക്വേഷൻസ് പഠിക്കാം. സ്പെസിഫിക് കണ്ടക്ടൻസ് K is equal to 1/R into cell constant ആണ്. ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. 1/R into cell constant. 1/R എന്ന് പറയുന്നത് കണ്ടക്ടൻസ് ആണ്. അപ്പൊ ഇക്വേഷൻ ബിക്കം കണ്ടക്ടൻസ് ഇൻറ്റു സെൽ കോൺസ്റ്റന്റ്. സെൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് L/A. ചോദിക്കാറുണ്ട് വാട്ട് ഈസ് സെൽ കോൺസ്റ്റന്റ് എന്ന് ചോദിക്കാറുണ്ട്. സെൽ കോൺസ്റ്റന്റ് ഈസ് ദ റേഷ്യോ ഓഫ് ലെങ്ത് ടു ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണെങ്കിൽ ഏരിയ മീറ്റർ സ്ക്വയർ ആണ്. സോ സെൽ കോൺസ്റ്റന്റ് യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ഇൻവേഴ്സ് ആണ്. ദീസ് ടു ഈ ഭാഗത്തുനിന്ന് പഠിക്കേണ്ട ഇക്വേഷൻ ആണ്. സ്പെസിഫിക് കണ്ടക്ടൻസ് ഇസ് ഈക്വൽ ടു 1/R into സെൽ കോൺസ്റ്റന്റ്. ഓൾസോ K is equal to conductance. K എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് കണ്ടക്ടൻസ് ഓർ കണ്ടക്ടിവിറ്റി ആണ്. Conductance into L/A. L/A is a cell constant. Then ഈ കണ്ടക്ടൻസ് പോർഷനിൽ നോക്കേണ്ടത് ഡിറ്റർമിനേഷൻ ഓഫ് സെൽ കോൺസ്റ്റന്റ് ആണ്. ആ വീസ്റ്റൺസ് ബ്രിഡ്ജ് വെച്ചിട്ട് എങ്ങനെയാണ് സെൽ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതില് ആ ഫിഗർ വരയ്ക്കണം, സെൽ കോൺസ്റ്റന്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ കണ്ടക്ടൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആണ് വീസ്റ്റൺസ് ബ്രിഡ്ജിന് കണ്ടുപിടിക്കുന്നത്, ആ വീസ്റ്റൺസ് ബ്രിഡ്ജിന്റെ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക എന്നുള്ള പ്രൊസീജിയറും നോക്കിയിരിക്കണം. ദെൻ വരുന്നത് കൊറോഷന്റെ പ്രൊട്ടക്ഷൻ മെത്തേഡ്സ് ആണ്. പ്രൊട്ടക്ഷൻ മെത്തേഡ് ഏതെങ്കിലും 2 പ്രൊട്ടക്ഷൻ മെത്തേഡ് നോക്കിക്കോളാം. സാക്രിഫിഷ്യൽ കാത്തോഡിക് പ്രൊട്ടക്ഷനും ഇംപ്രസ്ഡ് കറന്റ് പ്രൊട്ടക്ഷൻ. വേരിയസ് ടൈപ്സ് ഓഫ് കാത്തോഡിക് പ്രൊട്ടക്ഷൻ. ദെൻ മൊഡ്യൂൾ 1 ലാസ്റ്റ് പോർഷൻ ആണ് ഇലക്ട്രോലെസ് പ്ലേറ്റിംഗ്. ഇലക്ട്രോലെസ് പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിസിറ്റി ഇലക്ട്രോപ്ലേറ്റിംഗ്, ഒരു മെറ്റലിന്റെ മുകളിൽ വേറൊരു മെറ്റൽ കോട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ പ്രൊസീജിയർ നിങ്ങൾ നോക്കണം. ശരിക്കും പ്രൊസീജിയർ നോക്കാം. അതിന്റെ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ആ പ്ലേറ്റിംഗ് ബാത്ത് ഉണ്ടാക്കുന്നത്, അതുപോലെ റെഡ്യൂസിങ് ഏജന്റും കോംപ്ലക്സിങ് ഏജന്റും സ്റ്റെബിലൈസിങ് ഏജന്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് അതിനെ കോട്ട് ചെയ്യുക എന്നുള്ളത് നോക്കുക. ആപ്ലിക്കേഷൻസ് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. ആപ്ലിക്കേഷൻസ് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഇലക്ട്രോലെസ് പ്ലേറ്റിംഗിന്റെ ആപ്ലിക്കേഷൻസ് എഴുതാം. കോപ്പർ പ്ലേറ്റിംഗും അതേപോലെ തന്നെ നിക്കൽ പ്ലേറ്റിംഗും. അത്രയുമാണ് ഈ ഒരു പോർഷനിലുള്ളത്. അപ്പൊ ഇക്വേഷൻസ് ഇവിടെ വരുന്നത് എന്ന് പറഞ്ഞാല് കുറച്ചധികം പ്രോബ്ലംസ് വരുന്ന ഒരു മൊഡ്യൂൾ ആണിത്. അപ്പൊ ആ പ്രോബ്ലംസിൽ ഇക്വേഷൻസ് വരുന്നത് ആകെ 2-3 ഇക്വേഷൻസ് ആണ് വരുന്നത്. പക്ഷെ ആ ഇക്വേഷൻസ് വെച്ചിട്ട് പ്രോബ്ലംസ് ഇഷ്ടംപോലെ വരുന്നുണ്ട്. നോൺ സ്റ്റിക് ഇക്വേഷൻ ആണ് ഫസ്റ്റ് വൺ. നോൺ സ്റ്റിക് ഇക്വേഷന്റെ ഇക്വേഷൻ E0 0.0591 25 ഡിഗ്രീസ്. ടെമ്പറേച്ചർ ഒന്നും തന്നില്ലെങ്കിൽ 0.0591 എഴുതിയാൽ മതി. ഇൻറ്റു ലോഗ് concentration of 1 / concentration of Mn plus. ഒരൊറ്റ ഇലക്ട്രോഡ് ആണെങ്കിൽ ദിസ് ഇസ് ദ ഇക്വേഷൻ. ഒരു സെൽ ആണെങ്കിൽ E is equal to E0 cell minus 0.0591/n log concentration of product divided by concentration of reactants. This is for only one electrode and this is for a cell. N എന്ന് പറഞ്ഞാൽ number of electrons ആണ്. അത് എപ്പോഴും സെയിം ആയിരിക്കണം. കാത്തോഡിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസും ആനോഡ് വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോൺസും സെയിം ആയിരിക്കണം. ഇതിനെ 25 ഡിഗ്രി സെൽഷ്യസിൽ അല്ലെങ്കിൽ 2.303 RT/NF ആണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. R എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, ദാറ്റ് ഈസ് 8.314. എന്ന് പറഞ്ഞാൽ ഫാരഡേ ആണ്, ദാറ്റ് ഈസ് 96,500. ആണ് നോൺ സ്റ്റിക് ഇക്വേഷന്റെ 2 ഇക്വേഷൻസ്. ദെൻ ഇ കലോമൽ നോക്കിക്കോളാം. ഇ കലോമൽ ഈസ് ഈക്വൽ ടു E0 കലോമൽ minus 2.303 RT log concentration of Cl minus. This is another important equation. Then SH യുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വരുമ്പോൾ E is equal to E0 0 ആകും SH വരുമ്പോൾ. So minus 0.0591/n എന്ന് പറയുന്നത് 1 ആകും. 1 log concentration 1 / concentration of H plus എന്ന് വരും. ഈ ഒരു ഇക്വേഷനും ഇമ്പോർട്ടന്റ് ആണ്. E is equal to 0.0591 log concentration of H plus.
ദെൻ ഞാനിപ്പോ പറഞ്ഞ കണ്ടക്ടൻസിന്റെ ഇക്വേഷൻസ്. അപ്പം ഇത്രയും ഒരു 5-8 ഇക്വേഷൻസ് ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഒരു പോയിന്റ് ഓർത്തിരിക്കേണ്ടത്, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കുറവാകുമ്പോൾ എപ്പോഴും അത് ഹൈലി റിയാക്റ്റീവ് ആയിരിക്കും. അത് ആനോഡായിട്ട് ആക്ട് ചെയ്യും. അതിന് ഏത് മെറ്റലിനെ വേണമെങ്കിലും ഡിസ്പ്ലേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ മെറ്റൽസ് ഹാവിംഗ് ലോ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വിൽ ഓൾവേസ് ഡിസ്പ്ലേസസ് ദ മെറ്റൽസ് ഹാവിംഗ് ഹൈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് നോക്കേണ്ടത്. പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂളില് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാം. എന്ത് ഡൗട്ട് ആണെങ്കിലും ചോദിക്കാം. ദെൻ സെക്കൻഡ് മൊഡ്യൂളിലോട്ട് പോകാം. സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് സ്പെക്ട്രോസ്കോപ്പി ആണ്. സെക്കൻഡ് മൊഡ്യൂളിന്റെ നോട്ട്സ് എടുക്കാം. This is the second module. Second module അറിയാം, സ്പെക്ട്രോസ്കോപ്പി ആണ്. സ്പെക്ട്രോസ്കോപ്പിയില് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നോക്കേണ്ടത് ബിയർ-ലാംബ്രറ്റ്സ് ലോ ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ഏത് രീതിയിലും ബിയർ-ലാംബ്രറ്റ്സ് ലോ ചോദിക്കാം. ബിയർ-ലാംബ്രറ്റ്സ് ലോ ചോദിക്കുന്നത് ജനറലി ഫസ്റ്റ് സ്റ്റേറ്റ് ബിയർ-ലാംബ്രറ്റ്സ് ലോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം, ഡയറക്റ്റ് ആയിട്ട്. ദെൻ ഡിറൈവ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. അതല്ലെങ്കിൽ ബിയർ-ലാംബ്രറ്റ്സ് ലോ ചോദിക്കുന്നത് write a law connecting concentration of an electrolyte with the intensity of radiation. Entirely different ആണ്. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ്. ഇവിടെ കോൺസെൻട്രേഷൻ സ്പെക്ട്രോസ്കോപ്പിയിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസും അതേപോലെ കോൺസെൻട്രേഷൻസും ഇന്റൻസിറ്റി ഒക്കെയാണ് വരുന്നത്. ഇങ്ങോട്ട് മാറിപ്പോകരുത്, ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട്. ബിയർ-ലാംബ്രറ്റ്സ് ലോ എന്തായാലും സ്റ്റേറ്റ്മെന്റ് പഠിക്കുക. ഓൾസോ ഡെറിവേഷൻസ് നോക്കുക, ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. സോ ഡെറിവേഷൻ നോക്കാം. ഇതാണ് ഇന്റഗ്രേറ്റഡ് ഫോം. ഡിറൈവ് ഇന്റഗ്രേറ്റഡ് ഫോം ഓഫ് ബിയർ-ലാംബ്രറ്റ്സ് ലോ എന്നാണ് ജനറലി ചോദിക്കുന്നത്. ദിസ് ഈസ് ദ ഇന്റഗ്രേറ്റഡ് ഫോം. ലോഗ് I0/IT ഈക്വൽ ടു എപ്സിലോൺ CX എന്ന് പറയുന്നതാണ് ഇന്റഗ്രേറ്റഡ് ഫോം. ദിസ് ഈസ് ദ വൺ ഇക്വേഷൻ. ദെൻ അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് A ഈസ് ഈക്വൽ ടു എപ്സിലോൺ CX ആണ്. ഇത് വെച്ചിട്ട് പ്രോബ്ലവും ചോദിക്കാറുണ്ട്. അബ്സോർബൻസ് കാണാൻ പറയും, എപ്സിലോൺ കാണാൻ പറയാറുണ്ട്, കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഗ്രാഫ് ആണിത്. ദിസ് ഇക്വേഷൻ ഈസ് ഇൻ ദ ഫോം ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ. അതുകൊണ്ട് നമുക്കൊരു ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. സോ ബിയർ-ലാംബ്രറ്റ്സ് ലോ തന്നെ 3 ഇക്വേഷൻസ് വരുന്നുണ്ട്. ലോഗ് I0/IT ഈസ് ഈക്വൽ ടു എപ്സിലോൺ CX, ലോഗ് I0/IT ഈസ് ഈക്വൽ ടു അബ്സോർബൻസ്. ദെൻ അബ്സോർബൻസ് എന്ന് പറഞ്ഞാൽ എപ്സിലോൺ CX. ഇനി ഇവിടെ ഒരു ട്രാൻസ്മിറ്റൻസിന്റെ ഇക്വേഷൻ കൂടെ വരുന്നുണ്ട്. ട്രാൻസ്മിറ്റൻസ് ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് T. അപ്പം ഇതെല്ലാം ബിയർ-ലാംബ്രറ്റ്സ് ലോയുടെ ഡിഫറെന്റ് അബ്രിവിയേഷൻസ് ആണ്. ലോഗ് I0/IT ഈക്വൽ ടു എപ്സിലോൺ CX, A is equal to epsilon CX, A is equal to minus log T. അത്രയും ആ 3-4 ഇക്വേഷൻസ് വെച്ചിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതുപോലെ ഡിഫറെന്റ് സൊല്യൂഷൻസ് തരും, അതിന്റെ അബ്സോർബൻസ് തരും. 2 സൊല്യൂഷൻ തന്നിട്ട് അബ്സോർബൻസ് തരും. എന്നിട്ട് ഒരാളുടെ കോൺസെൻട്രേഷൻ തരും, ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ തരില്ല. എന്നിട്ട് അടുത്ത സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. A1/A2 ഈക്വൽ ടു C1/C2. നോട്ട് ചെയ്തോളൂ ഈ പോയിന്റ്സ് എല്ലാം. 4-5 ഫോം ഓഫ് ബിയർ-ലാംബ്രറ്റ്സ് ലോ ഉണ്ട്. അതിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസും ചോദിക്കാം. 2 സൊല്യൂഷൻസ് തരാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ആണ് A1/A2 ഈക്വൽ ടു C1/C2. പിന്നെ ലിമിറ്റേഷൻസ്, ബിയർ-ലാംബ്രറ്റ്സ് ലോയുടെ ലിമിറ്റേഷൻസും ചോദിക്കാറുണ്ട്. പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മൾക്ക് ആകെ ഒരു ബിയർ-ലാംബ്രറ്റ്സ് ലോയെ പഠിക്കാനുള്ളൂ. സോ ഏത് ലോ എന്ന് നിങ്ങൾ കേട്ടാലും ബിയർ-ലാംബ്രറ്റ്സ് ലോ തന്നെ എഴുതിക്കോളാം, കാരണം ഇത് ട്വിസ്റ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ദെൻ നെക്സ്റ്റ് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി ആണ്.
UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി നോക്കുമ്പോൾ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ പഠിക്കേണ്ടത്. ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് എസ് എ ആയിട്ട് ചോദിക്കാം. സോ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ്, ദെൻ ഇൻസ്ട്രുമെന്റേഷൻ. ഇൻസ്ട്രുമെന്റേഷൻ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഷുവർലി അത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്നതാണ്. ദെൻ ഒരു പോയിന്റ് ഇവിടെ വരുന്നതെന്ന് പറയുന്നത് മോളിക്കുലാർ എനർജി ലെവൽ ഡയഗ്രാം ഓഫ് ബ്യൂട്ടാഡൈൻ ആൻഡ് ഹെക്സാട്രൈൻ ആണ്. ഇതാണ് ബ്യൂട്ടാഡൈൻ, ദിസ് ഈസ് ദ ഹെക്സാട്രൈൻ. ഇതില് പോയിന്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കോൺജുഗേറ്റഡ് ഡബിൾ ബോൺസ് കൂടുന്തോറും വേവ് ലെങ്ത് ഓഫ് അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യും. ആ ഒരു പോയിന്റ് മനസ്സിൽ വെച്ചേക്കുക. ദാറ്റ് ഈസ് ഇവിടെ രണ്ട് കോൺജുഗേറ്റഡ് ഡബിൾ ബോൺസ് എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ഡബിൾ ആൻഡ് സിംഗിൾ ബോണ്ടിനെയാണ് കോൺജുഗേറ്റഡ് ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇതുപോലെയുള്ള കോൺജുഗേറ്റഡ് ഡബിൾ ബോൺസിന്റെ എണ്ണം കൂടുന്തോറും വേവ് ലെങ്ത് ഓഫ് അബ്സോർപ്ഷൻ കൂടും. അപ്പൊ ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബെൻസീൻ ഒരു 3 എലമെന്റ് തന്നിട്ട് this is anthracene and this is second one naphthalene and this is the anthracene. അപ്പൊ ഇതില് ഏത് മോളിക്യൂളിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഓഫ് അബ്സോർപ്ഷൻ? അപ്പൊ നോക്കേണ്ടത് കോൺജുഗേറ്റഡ് ഡബിൾ ബോൺസ് ഏതിനാണ് കൂടുതൽ നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ തേർഡ് വൺ ആണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഓഫ് അബ്സോർപ്ഷൻ തരുന്നത്. ദെൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് this is one molecule and this is the another molecule. ഇതിനകത്ത് ഏതിനാണ് വേവ് ലെങ്ത് ഓഫ് അബ്സോർപ്ഷൻ? അപ്പൊ നീ നോക്കേണ്ടത് കോൺജുഗേറ്റഡ് ഡബിൾ ബോൺസ് ആണ്. ഒരു ഡബിൾ ബോണ്ട്, ഒരു സിംഗിൾ ബോണ്ട്, അങ്ങനെയാണ് നോക്കേണ്ടത്. ഇവിടെയാണ് കോൺജുഗേറ്റഡ് ഡബിൾ ബോൺസ് ഉള്ളത്, ദിസ് ഈസ് നോട്ട് കോൺജുഗേറ്റഡ്. അതുകൊണ്ട് ഇതാണ് വേവ് ലെങ്ത് ഓഫ് അബ്സോർപ്ഷൻ തരുന്നത്. അപ്പൊ ഫസ്റ്റ് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് നോക്കുക. ദെൻ മോളിക്കുലാർ എനർജി ലെവൽ ഡയഗ്രാം ഓഫ് ബ്യൂട്ടാഡൈൻ, 135 hexatriene and benzene. Then instrumentation. Instrumentation very important ആണ്. ഇൻസ്ട്രുമെന്റേഷനിൽ ഒരു കാര്യം കൂടെ നോക്കുക, എന്താണ് സ്പെക്ട്രോമീറ്റർ എന്നുള്ളത്. വാട്ട് ഈസ് സ്പെക്ട്രോമീറ്റർ? സ്പെക്ട്രോമീറ്റർ എന്താന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് വിച്ച് ഈസ് യൂസ് ടു ടേക്ക് ദ സ്പെക്ട്രം. സ്പെക്ട്രം കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് സ്പെക്ട്രോമീറ്റർ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, spectrometer is an instrument which gives the light intensity variation with wavelength of absorption. രണ്ട് രീതിയിലും സ്പെക്ട്രോമീറ്റർ നമുക്ക് ഡിഫൈൻ ചെയ്യാം. വാട്ട് ഈസ് സ്പെക്ട്രോമീറ്റർ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കാറുള്ളത്. UV വിസിബിളിൽ അത് മാത്രമേ ചോദിക്കുള്ളൂ. ഫസ്റ്റ് വൺ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ്, സെക്കൻഡ് വൺ എനർജി ലെവൽ ഡയഗ്രാം ഓഫ് 13 butadiene, 135 hexatriene and benzene. Then finally instrumentation and applications. This is UV visible spectroscopy. Then second one is the vibrational. Vibrational ചോദിക്കുന്നതെന്ന് പറഞ്ഞാല് vibrational ഒരു ഇമ്പോർട്ടന്റ് കാര്യം, vibrational spectrum തരാനുള്ള കണ്ടീഷൻ ആണ്. That is condition is the molecule must change its dipole moment. Dipole momentല് ചേഞ്ച് വരണം. ഡൈപോൾ മൊമെന്റിൽ ചേഞ്ച് വരുന്ന മോളിക്യൂൾസ് കണ്ടാൽ എളുപ്പമാണ്. ഇത് പ്ലസ് ആൻഡ് മൈനസ് ചാർജ് ഉള്ള മോളിക്യൂൾസ് മാത്രമാണ് IR ആക്റ്റീവ് ആകുള്ളൂ. ഒരേപോലത്തെ ആറ്റംസ്, ഓക്സിജന്, നൈട്രജൻ, ഹൈഡ്രജൻ പോലെയുള്ള ആറ്റംസ് ഒരിക്കലും IR ആക്റ്റീവ് അല്ല. അതാണ് അതിനകത്ത് ഫസ്റ്റ് നോക്കേണ്ടത്, IR ആക്റ്റീവ് ആയിട്ടുള്ള മോളിക്യൂൾസ്. ദെൻ അതിന്റെ പ്രിൻസിപ്പിൾ, മെക്കാനിസം ഓഫ് ഇന്ററാക്ഷൻ ഓഫ് ഓസിലേറ്റിംഗ് ഡൈപോൾ, എന്താണ് IRന്റെ പ്രിൻസിപ്പിൾ എന്താണ്. ദെൻ തേർഡ് വൺ ഇവിടെ നോക്കേണ്ടത് മോളിക്കുലാർ ഇലക്ട്രോണിക് വൈബ്രേഷൻസ് ഓഫ് വൈബ്രേഷണൽ മോഡ്സ് ഓഫ് CO2 ആൻഡ് H2O. അത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, വൈബ്രേഷണൽ മോഡ്സ് ഓഫ് CO2 ആൻഡ് H2O. ലീനിയർ ആണെങ്കിൽ 3n-5, നോൺ ലീനിയർ ആണെങ്കിൽ 3n-6. അതൊരു ഇമ്പോർട്ടന്റ് ആണ് IR-ല്. ദെൻ ഫോഴ്സ് കോൺസ്റ്റന്റ് കാണാനുള്ള ഇക്വേഷൻസ് പഠിച്ചോളാം. ഫോഴ്സ് കോൺസ്റ്റന്റ് ജനറലി അല്ലെങ്കിൽ ബോണ്ട് സ്ട്രെങ്ത് ജനറലി ചോദിക്കാറുണ്ട്. This is the bond strength. ബോണ്ട് സ്ട്രെങ്ത് കാണാൻ 4π² c² μ⁴ μ ഇതെല്ലാം തരും. C എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്, mu എന്ന് പറഞ്ഞാൽ മാസ് ആണ്, m1 m2/m1 + m2. അത് ക്വസ്റ്റ്യനിൽ തരും. അറ്റോമിക് മാസ് ആണ്. HCl ആണെങ്കിൽ 1 + 35.5 1 × 35.5 divided by 1 + 35.5. അങ്ങനെയാണ് mu കണ്ടുപിടിക്കേണ്ടത്.
ഇനി ഫ്രീക്വൻസി ഓഫ് അബ്സോർപ്ഷൻ കണ്ടുപിടിക്കാനുള്ളതാണ് 1/2πc ഇൻറ്റു റൂട്ട് ഓഫ് k ബൈ മ്യൂ. അതിനകത്താണ് നമുക്ക് ഫോഴ്സ് കോൺസ്റ്റന്റ് ഇക്വേഷൻ. ദെൻ IR സ്പെക്ട്രോസ്കോപ്പിയുടെ ആപ്ലിക്കേഷൻസ്, വൈബ്രേഷൻസ് ഓഫ് CO2 ആൻഡ് H2O, ഇത്രയും പോർഷൻസ് ആണ് IR നോക്കേണ്ടത്. IR ആപ്ലിക്കേഷൻ നോക്കുമ്പോൾ how will you distinguish between intermolecular hydrogen bonding and intramolecular hydrogen bonding? ഷുവർലി നോക്കണം. അതായത് രണ്ട് മോളിക്യൂൾസ് തമ്മിലുള്ള ബോണ്ടിങ്ങിനെയാണ് ഇന്റർമോളിക്കുലാർ എന്ന് പറയുന്നത്. ആ മോളിക്യൂളിന്റെ അകത്ത് തന്നെയുള്ള ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെയാണ് ഇന്റർമോളിക്കുലാർ. രണ്ട് എക്സാമ്പിൾസും പറഞ്ഞിട്ടുണ്ട്. മോളിക്കുലാറിന് ഓർത്തോ ഹൈഡ്രോക്സി ഫിനോളും ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന് ഓർത്തോ ഹൈഡ്രോക്സി ഫിനോളും ഇന്റർമോളിക്കുലാറിന് പാരാ ഹൈഡ്രോക്സി ഫിനോളും. അപ്പം ഇൻട്രാ ഭയങ്കര സ്ട്രോങ് ആണ്, അതുകൊണ്ട് അതിനെ ഡയല്യൂട്ട് ചെയ്യുമ്പോഴൊന്നും അത് ഡീകമ്പോസ് ചെയ്യില്ല. പക്ഷെ ഇന്റർ ആണെങ്കിൽ വീക്ക് ആണ്. വി ക്യാൻ ഓൺ ഡയല്യൂഷൻ വി ക്യാൻ അതിനെന്ത് ചെയ്യാൻ പറ്റും, ബ്രേക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ നമുക്ക് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും ഇൻട്രാമോളിക്കുലർ, അതൊരു ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻ ആണ്. എടുത്തു തന്നെ ചോദിക്കാറുണ്ട്, ഹൗ വിൽ യു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഇന്റർമോളിക്കുലർ ആൻഡ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. അത് നോക്കിക്കോളാം. ഇത്രയും 3 പോയിന്റ്സ് ആണ് IR ഉള്ളത്. ഒന്ന്, വിച്ച് ഓഫ് ദ മോളിക്യൂൾസ് ആർ IR ആക്റ്റീവ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വൈബ്രേഷണൽ മോഡ്സ് ഓഫ് CO2 ആൻഡ് H2O. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഫോഴ്സ് കോൺസ്റ്റന്റ് കാണാനുള്ള ഇക്വേഷൻസ്. ദെൻ ആപ്ലിക്കേഷൻസിൽ വരുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഇന്റർമോളിക്കുലർ ആൻഡ് ഇൻട്രാമോളിക്കുലർ. ഈ സ്പെക്ട്രോസ്കോപ്പിയില് നമുക്ക് കോമൺ ആയിട്ട് ഏത് സ്പെക്ട്രോസ്കോപ്പിക്കും എഴുതാൻ പറ്റുന്ന രണ്ട് ആപ്ലിക്കേഷൻ ആണ് ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് ഇംപ്യൂരിറ്റീസും അതേപോലെ തന്നെ സ്ട്രക്ചറൽ എലൂസിഡേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. അത് രണ്ടും ഏത് സ്പെക്ട്രോസ്കോപ്പിക്കും നിങ്ങൾക്ക് കോമൺ ആയിട്ട് ആപ്ലിക്കേഷൻ എഴുതാം. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നതാണ് NMR സ്പെക്ട്രോസ്കോപ്പി. NMRന്റെയും നോക്കുമ്പോൾ ആദ്യം NMR ആക്റ്റീവ് ആകാനുള്ള കണ്ടീഷൻ ആണ്. NMR ആക്റ്റീവ് ആകാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ മാസ് നമ്പർ എപ്പോഴും ഓഡ് ആയിരിക്കണം. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഏതെങ്കിലും ഒരെണ്ണം ഓഡ് ആയി കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് മോളിക്യൂൾ ഈസ് NMR ആക്റ്റീവ്. അതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് നേരത്തെ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് പറഞ്ഞതുപോലെ ഇവിടെ കണ്ടീഷൻ എന്ന് പറയുന്നത് its spin angular momentum is not equal to 0. That is the condition to show NMR spectrum. അതാണ് ആദ്യം നോക്കേണ്ടത്. Then NMR കെമിക്കൽ ഷിഫ്റ്റ് ആണ്, വെരി ഇമ്പോർട്ടന്റ് ആണ്. കെമിക്കൽ ഷിഫ്റ്റ് ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കെമിക്കൽ ഷിഫ്റ്റ്. നമ്പർ ഓഫ് സിഗ്നൽസ് കാണാനുള്ളത് നോക്കണം. നമ്പർ ഓഫ് സിഗ്നൽസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻസ്, ടൈപ്പ് ഓഫ് ഹൈഡ്രജൻസ് എത്ര ഉണ്ടോ അത്രയും സിഗ്നൽസ് ആണ് ഒരു മോളിക്യൂള് തരാം. അതിൽ ഇക്വലന്റ് ഹൈഡ്രജൻ ആണെങ്കിൽ അത് ആകെ ഒരൊറ്റ സിഗ്നലേ തരുള്ളൂ. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. Cl CH2 CH2Cl ഈ ഒരു കോമ്പൗണ്ട് എത്ര സിഗ്നൽ തരും എന്നുള്ളത്. ഇവിടെ CH2 ഹൈഡ്രജൻ ഉണ്ട്, CH2 ഹൈഡ്രജൻ ഉണ്ട്. ജനറലി എല്ലാവരും 2 സിഗ്നലിൽ എഴുതും, പക്ഷെ ഇത് 2 സിഗ്നൽ അല്ല തരുന്നത്, ഓൺലി 1 സിഗ്നൽ. 1 സിഗ്നൽ തരാൻ കാരണം that 2 CH2 groups are equivalent protons. അതായത് അതിന്റെ നൈബറിങ്ങിലുള്ള ക്ലോറിൻ ആണ് രണ്ടും, സോ ഇറ്റ് ഈസ് ഇക്വലന്റ്. അപ്പൊ അതാണ് ഒരു പോയിന്റ്. ഫസ്റ്റ് ആരാണ് NMR സ്പെക്ട്രം തരിക? വാട്ട് ആർ ദ കണ്ടീഷൻ ടു ഷോ NMR സ്പെക്ട്രം? സെക്കൻഡ് പോയിന്റ് ആണ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് NMR. അതിലാണ് നമ്പർ ഓഫ് സിഗ്നൽസ്, കെമിക്കൽ ഷിഫ്റ്റ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കെമിക്കൽ ഷിഫ്റ്റ്. Then chemical shift YTMS tetramethyl is taken as a reference material. അതും ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് വാട്ട് ഈസ് എ കെമിക്കൽ ഷിഫ്റ്റ്? കെമിക്കൽ ഷിഫ്റ്റ് എന്താണെന്ന് എഴുതുമ്പോൾ അതിന്റെ ഇക്വേഷൻ എഴുതണം, ഡെഫിനിഷൻ എഴുതണം. Then factors affecting chemical shift. ഫാക്ടേഴ്സ് എസ് ആയിട്ട് തന്നെ 10 മാർക്സിലാണ് ചോദിക്കാറുള്ളത്. Then ലാസ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് സ്പിൻ സ്പ്ലിറ്റിംഗ്. ഈ ഓരോ നമുക്ക് NMR സിഗ്നൽ 2 സിഗ്നൽ 3 സിഗ്നലിന് കിട്ടുന്ന സാധനം കിട്ടുന്ന സിഗ്നൽസ് എഗെയിൻ 1 2 3 ഒക്കെ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അത് സ്പ്ലിറ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ നൈബറിംഗ് ഹൈഡ്രജൻ ആണ്.
അത് ഇമ്പോർട്ടന്റ് ആണ്. സ്പിൻ സ്പിൻ സ്പ്ലിറ്റിംഗ്, അതിലെ പാസ്കൽസ് ട്രയാങ്കിൾ നോക്കുക. എന്തായാലും 2-3 എലമെന്റ്സ് എങ്ങനെയാണ് ഹൈ റെസൊല്യൂഷൻ സ്പെക്ട്രത്തിൽ സ്പ്ലിറ്റ് ചെയ്യാന്ന് ചോദിക്കാറുണ്ട്. ദെൻ MRI സ്കാനിങ്. NMR എടുത്തു കഴിഞ്ഞാൽ which of the molecules are NMR active in the condition, what is the condition. Then second point എന്ന് പറയുന്നത് ഇന്റർപ്രിട്ടേഷൻ ഓഫ് NMR ഡാറ്റയാണ്. ഇന്റർപ്രിട്ടേഷൻ ഓഫ് NMR ഡാറ്റയിൽ വരുന്നതാണ് കെമിക്കൽ ഷിഫ്റ്റ് ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കെമിക്കൽ ഷിഫ്റ്റ്. ഫൈനലി സ്പിൻ സ്പിൻ സ്പ്ലിറ്റിംഗ്, ദെൻ MRI സ്കാനിങ്. ഇത്രയും പോയിന്റ്സ് ആണ് മൊഡ്യൂൾ 2 നോക്കേണ്ടത്. മൊഡ്യൂൾ 2 NMR കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് വരുന്നുണ്ട്. മൊഡ്യൂൾ 2 കുറച്ചും കൂടെ സിമ്പിൾ ആണ്. അതുകൊണ്ട് മൊഡ്യൂൾ 2 ഒന്നും വിടാണ്ട് തന്നെ പഠിച്ചോളാം. 20 മാർക്സ് ഒന്നും ടെസ്റ്റഡ് ആയിട്ട് ചോദിക്കത്തില്ല. മൊഡ്യൂൾ 1 ഓൾ ദ ക്വസ്റ്റ്യൻസ് വിൽ ബി ടെസ്റ്റഡ്. എനിക്ക് ക്വസ്റ്റ്യൻ വായിച്ചാൽ തന്നെ മേ ബി ചിലപ്പോൾ മനസ്സിലാവില്ല. അതുകൊണ്ട് മൊഡ്യൂൾ 2 കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് ആയിട്ട് നോക്കാം. മൊഡ്യൂൾ 2 ടെസ്റ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല, എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൽ വരുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ഒന്ന് ബിയർ-ലാംബ്രറ്റ്സ് പ്രോബ്ലംസ് ആണ്. ബിയർ-ലാംബ്രറ്റ്സ് തന്നെ 4 ഇക്വേഷൻസ് വരുന്നുണ്ട്. ദെൻ ഫോഴ്സ് കോൺസ്റ്റന്റ് കാണാനുള്ള പ്രോബ്ലം, അല്ലെങ്കിൽ ബോണ്ട് സ്ട്രെങ്ത് കാണാനുള്ള പ്രോബ്ലം ആണ്. ആകെ ഇത്രയും ഈ 2 പ്രോബ്ലംസ് ആണ്. പിന്നെ കെമിക്കൽ ഷിഫ്റ്റിന്റെയും ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഫ്രീക്വൻസി ഓഫ് സാമ്പിൾ മൈനസ് ഫ്രീക്വൻസി ഓഫ് റെഫറൻസ് ഡിവൈഡഡ് ബൈ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി. MRI scanning. These are the important topics in the module 2. Then next എന്ന് പറയുന്നത് module 3. Module 3 കംപ്ലീറ്റ്ലി തിയററ്റിക്കൽ ആണ്. ഇത് പ്രോബ്ലമാറ്റിക് ഒന്നുമില്ല. ഇതും ടെസ്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുള്ളൂ. അപ്പൊ ഇവിടെ കമ്പയർ ചെയ്ത് പഠിച്ചോളാം. മൊഡ്യൂൾ 2 ഫസ്റ്റ് നോക്കേണ്ടത് TGA DTA ആണ്. ഏകദേശം ഒരേപോലെയാണ്, അതുകൊണ്ട് തന്നെ കമ്പയർ ചെയ്ത് പഠിക്കുക. TGA DTA നോക്കുമ്പോൾ ഹൈഡ്രേറ്റഡ് കാൽഷ്യം ഓക്സലേറ്റിൻ്റെത് നോക്കണം. ഹൈഡ്രേറ്റഡ് കാൽഷ്യം ഓക്സലേറ്റിന്റെ ഡീകമ്പോസിഷൻ TGA വെച്ചിട്ട് എങ്ങനെയാണ്, DTA വെച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് അതിൽ ഇക്വേഷൻസ് പഠിച്ചാൽ തന്നെ നമുക്കത് എഴുതാൻ പറ്റും. ദിസ് ഈസ് ദ ഹൈഡ്രേറ്റഡ് കാൽഷ്യം ഓക്സലേറ്റ്. ഹീറ്റ് ചെയ്യുമ്പോൾ, ബോയിൽ ചെയ്യുമ്പോൾ water will be eliminated. That is the dehydration reaction. Second reaction is the oxidation. The CaC2O4 undergo oxidation to form CaCO3. Then finally this is the decomposition. 3 reactions ആണ്. ഈ റിയാക്ഷൻസ് പഠിച്ചിട്ട് വേണം ഓർക്കാൻ. എളുപ്പം എന്ന് പറയുന്നത് ഇവിടെ എത്ര സ്റ്റേബിൾ പോർഷൻസ് ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 എന്നിട്ട് വരച്ചു. അപ്പം ഇത് വിട്ട് കളയരുത്. Draw the TGA diagram or DTA diagram of hydrated calcium oxalate എന്ന് പറഞ്ഞിട്ട് തന്നെ ചോദിക്കാറുണ്ട്. This is the TGA and DTA. DTA വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി TGA പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമാണ്. അത് സെയിം ഇക്വേഷൻസ് ആണ്. ഡീഹൈഡ്രേഷൻ എൻഡോതെർമിക് ആയതുകൊണ്ട് we get an downward peak. Oxidation exothermic ആയതുകൊണ്ട് we get an upward peak. Then again decomposition is an endothermic, അതുകൊണ്ട് this is a downward peak. TGA DTA പഠിക്കുമ്പോൾ പ്രിൻസിപ്പിൾ, ഇൻസ്ട്രുമെന്റേഷൻ, ആപ്ലിക്കേഷൻസ് ആ രീതിയിൽ വേണം. അങ്ങനെ തന്നെയാണ് വാല്യുവേഷൻ സ്കീം വരാം. മാർക്ക് ഇടുന്നതും ഇത്ര മാർക്ക്, അതായത് ഇൻസ്ട്രുമെന്റേഷൻ ഇപ്പോൾ 3 മാർക്സ് ആണെങ്കിൽ അത് വർക്കിംഗ് എഴുതുന്നതിന് 2 മാർക്സ്, അതുപോലെ ആപ്ലിക്കേഷൻസ് എഴുതുന്നതിന് 3 മാർക്സ്, അങ്ങനെയൊക്കെ 10 മാർക്കിലാണ് ചോദിക്കാറുള്ളത്. അപ്പൊ സെയിം ഹെഡിങ്ങിൽ തന്നെ എഴുതിക്കോളാം. പ്രിൻസിപ്പിൾ, ഇൻസ്ട്രുമെന്റേഷൻ, വർക്കിംഗ്, ആപ്ലിക്കേഷൻ. TGA DTA അതുപോലെ വേണം നോട്ട് ചെയ്യാൻ. ദെൻ ഡിഫറൻസസ് ചോദിക്കാറുണ്ട്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഗ്രാഫിക്കലി ചോദിക്കും, അതേപോലെ തന്നെയുള്ള ഡിഫറൻസും ചോദിക്കും. ദെൻ ക്രോമറ്റോഗ്രഫിയിൽ നോക്കേണ്ടത് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രോമറ്റോഗ്രഫിയാണ്. ആ ഒരു 4 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ആ 4 ക്ലാസിഫിക്കേഷൻസും നോക്കണം. പ്രിൻസിപ്പിൾ ഓഫ് ക്രോമറ്റോഗ്രഫി നോക്കണം. അതേപോലെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് TLC ആണ്, തിൻ ലെയർ ക്രോമറ്റോഗ്രഫി. ആൻഡ് കോളം ക്രോമറ്റോഗ്രഫി ആണ് essay ആയിട്ട് ചോദിച്ചത്. TLCയും കോളം ക്രോമറ്റോഗ്രഫിയും. ഫസ്റ്റ് ഓഫ് ഓൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രോമറ്റോഗ്രഫി. സെക്കൻഡ് വൺ പ്രിൻസിപ്പിൾ ഓഫ് ക്രോമറ്റോഗ്രഫി.
Then column chromatography and thin layer chromatography, GC and HPLC. GC യും HPLC യും പഠിക്കുമ്പോൾ what are the detectors used in HPLC and GC എന്ന് എടുത്ത് ചോദിക്കാറുണ്ട്. ഡിറ്റക്ടേഴ്സ് എന്ന് പറയുന്നത് HPLC-യിലാണെങ്കിൽ സൊല്യൂട്ട് പ്രോപ്പർട്ടി ഡിറ്റക്ടറും അതുപോലെ ബൾക്ക് പ്രോപ്പർട്ടി ഡിറ്റക്ടറും ആണ്. അത് അതുപോലെ തന്നെ ജനറലി ചോദിക്കാറുണ്ട്. HPLC, what are the detectors used in HPLC? This is bulk property detector and solute property detector. Then elution ചോദിച്ചിട്ടുണ്ട്. Radiant elution, what is meant by radiant elution and what is meant by isocratic elution? ഒറ്റ സോൾവെന്റ് ആണ് നമ്മൾ മൊബൈൽ ഫേസിൽ യൂസ് ചെയ്യുന്നുള്ളൂവെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഐസോക്രാറ്റിക് എല്യൂഷൻ. അതിന് ഒന്നിലധികം സോൾവെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഗ്രേഡിയന്റ് എല്യൂഷൻ. ഗ്രേഡിയന്റ് എല്യൂഷൻ ആണ് പെട്ടെന്ന് കഴിയുന്നത്, അതായത് അധികം ടൈം എടുക്കത്തില്ല. അത് തന്നെയാണ് ബെറ്റർ. ഇപ്പൊ 3 മാർക്സ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഗ്രേഡിയന്റ് എല്യൂഷൻ എഴുതാ, എന്താണ് ഐസോക്രാറ്റിക് എല്യൂഷൻ എഴുതാ, അതിൽ മോർ എഫക്റ്റീവ് ഏതാണെന്നുള്ളത് എഴുതാം. ഗ്രേഡിയന്റ് ആണ് മോർ എഫക്റ്റീവ്, ടൈം കുറച്ച് മതി. അങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഓൺ ഇതിനകത്ത് ഈ മൊഡ്യൂൾ 3 ജസ്റ്റ് വായിച്ചു നോക്കിയിട്ട് ഓൺ വേർഡ്സിൽ വേണം വർക്കിംഗ് എല്ലാം എഴുതാൻ. ഇല്ലാതെ ഇത് മുഴുവനും കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിൽക്കില്ല. സോ ജസ്റ്റ് വായിക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് ഓൺ വേർഡ്സിൽ എഴുതിക്കോളാം. HPLC-ലൊക്കെ ചോദിക്കുന്ന 8 പേര് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് ഡിറ്റക്ടേഴ്സ് യൂസ്ഡ് ഇൻ HPLC ആൻഡ് ഓൾസോ ദ എല്യൂഷൻ. ദെൻ ഗ്യാസ് ക്രോമറ്റോഗ്രഫി. ഗ്യാസ് ക്രോമറ്റോഗ്രഫിയിലെയും ഡിറ്റക്ടേഴ്സ് ചോദിക്കാറുണ്ട്. അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. ഫ്ലെയിം അയണൈസേഷൻ ഡിറ്റക്ടറും തെർമൽ കണ്ടക്ടിവിറ്റി ഡിറ്റക്ടറും ആണ്. ഞാൻ ഈ നോട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പൊ ഫ്ലെയിം അയണൈസേഷൻ ഡിറ്റക്ടറിന്റെ അഡ്വാൻറ്റേജും തെർമൽ കണ്ടക്ടിവിറ്റി ഡിറ്റക്ടറും, അത് രണ്ടും ജസ്റ്റ് 2-3 പോയിന്റ്സ് എഴുതിയാൽ മതി. പിന്നെ ചോദിക്കുന്നത് വോളട്ടൈൽ ശരിക്കും GC എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ചോദിക്കത്തില്ല. വോളട്ടൈൽ ഓർഗാനിക് കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? വോളട്ടൈൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇവാപറേറ്റ് ചെയ്ത് പോകുന്നതാണ്, അപ്പൊ അത് ഗ്യാസ് ആണെന്ന് മനസ്സിലാക്കിക്കോളാം. നോൺ വോളട്ടൈൽ ഉള്ള ഓർഗാനിക് കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാനാണ് HPLC. അതായത് ആൽക്കഹോൾ കണ്ടന്റ് ഒക്കെ നമ്മൾ ബ്ലഡിൽ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാനാണ് വി ആർ യൂസിങ് ഗ്യാസ് ക്രോമറ്റോഗ്രഫി. ഇതിനകത്തും ഡിറ്റക്ടേഴ്സ് എടുത്ത് ചോദിക്കാറുണ്ട്, അതുപോലെ ആപ്ലിക്കേഷൻസ് ചോദിക്കാറുണ്ട്. പിന്നെ ഈ ഒരു എന്താണ് ഗ്യാസ് ക്രോമറ്റോഗ്രാം, അതുപോലെ 3 ചോദിക്കുന്നതാണ് റിട്ടൻഷൻ ടൈം, റിട്ടൻഷൻ ഫാക്ടർ, റിട്ടൻഷൻ വോളിയം. ഇത് 3 ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് എക്സ്പ്ലെയിൻ റിട്ടൻഷൻ ടൈം, റിട്ടൻഷൻ ഫാക്ടർ, റിട്ടൻഷൻ വോളിയം. അതുപോലെ റിലേറ്റീവ് പീക്ക് ഏരിയ. ഈ ഭാഗത്തുനിന്ന് 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. റിട്ടൻഷൻ ടൈം, റിട്ടൻഷൻ ഫാക്ടർ, റിട്ടൻഷൻ വോളിയം, റിലേറ്റീവ് പീക്ക് ഏരിയ. ഇതാണ് ക്രോമറ്റോഗ്രഫിക്കൽ പോർഷനിൽ നിന്ന് പഠിക്കേണ്ടത്. കോളം ക്രോമറ്റോഗ്രഫി, അതുപോലെ തന്നെ തിൻ ലെയർ ക്രോമറ്റോഗ്രഫി, HPLC, ഗ്യാസ് ക്രോമറ്റോഗ്രഫി. ഗ്യാസ് ക്രോമറ്റോഗ്രഫിയിലെ ഈ 2 ഡിഫറൻസസ് ഒന്ന് നോക്കിയേക്കണം, GSC-യും GLC-യും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ നാനോ മെറ്റീരിയൽസിന്റെ ക്ലാസിഫിക്കേഷൻ സെയിം എപ്പോഴും ചോദിക്കുന്നതാണ്. ബേസ്ഡ് ഓൺ മെറ്റീരിയലും ബേസ്ഡ് ഓൺ ഡയമെൻഷനും. സിംപ്ലി വായിച്ചു നോക്കിയാൽ തന്നെ കിട്ടുന്നതാണ്. What are the classifications of nanomaterial based on dimension and based on material involved? പിന്നെ സിന്തസിസ് ഓഫ് മെറ്റീരിയൽസിൽ സോൾജൽ മെത്തേഡ് ആണ് ഇമ്പോർട്ടന്റ്. 2 റിഡക്ഷൻ മെത്തേഡ്സ്, സോൾജൽ മെത്തേഡിന്റെയും റിഡക്ഷൻ മെത്തേഡ്സിന്റെ ഒക്കെ ആ ഒരു വായിച്ചു നോക്കുക. എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യുന്നത്? റിഡക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഇലക്ട്രോ റിഡക്ഷൻ ആണ്, ഒരെണ്ണം യൂസിങ് റെഡ്യൂസിങ് ഏജന്റ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ തന്നെ പോയിന്റ്സ് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും. ദെൻ ഫൈനലി സെം. TGA ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ TGA, KTA ആപ്ലിക്കേഷൻസ് നോക്കണം, ഇൻസ്ട്രുമെന്റേഷൻ നോക്കണം, അതുപോലെ വർക്കിംഗ് ആപ്ലിക്കേഷൻസ്, വർക്കിംഗ്, ഇൻസ്ട്രുമെന്റേഷൻ. Then HPLC, GC, thin layer chromatography, കോളം. ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മനസ്സിൽ വെച്ചിട്ട് ഓൺ വേർഡ്സിൽ എഴുതിക്കോളാം. Then explain retention time, retention volume, retention factor, relative peak area, gas chromatogram. ഈ 5 പോയിന്റ്സ് പഠിച്ചോളാം. Then detectors used in HPLC and GC. Then isocratic elution and gradient elution. നാനോയില് സെം ഇമ്പോർട്ടന്റ് ആണ്, ക്ലാസിഫിക്കേഷൻ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. സെമ്മും അതേ എസ് ആയിട്ട് ചോദിക്കാറുണ്ട്. സെം പഠിക്കുമ്പോൾ എന്താണ് സെം എന്ന് പഠിക്കുക, പ്രിൻസിപ്പിൾ പഠിക്കുക. അതായത് ഇലക്ട്രോൺസിനെ നമ്മൾ മെറ്റീരിയലിലോട്ട് ബൊമ്പാർഡ് ചെയ്തിട്ട്
ഇലക്ട്രോൺ മെറ്റൽ ഇന്ററാക്ഷന്റെ ഫലമായിട്ട് കുറച്ച് സിഗ്നൽസ് പുറത്തേക്ക് വിടും. ആ സിഗ്നൽസിനെ ഡിറ്റക്ടേഴ്സ് വെച്ച് ഡിറ്റക്ട് ചെയ്തിട്ട് കിട്ടുന്ന പിക്ചറാണ് സെം ഇമേജ്. അതാണ് പ്രിൻസിപ്പിൾ. ഇനി ഇൻസ്ട്രുമെന്റേഷൻ, അതിനകത്തുള്ള കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കുക. ദെൻ ഈ ഒരു ഫിഗർ വേണം, ആപ്ലിക്കേഷൻ വേണം. 10 മാർക്ക് എസ് ആയിട്ട് സെം ചോദിക്കാറുണ്ട്. ഇത്രയുമാണ് തേർഡ് മൊഡ്യൂൾ വരുന്നത്. ഫസ്റ്റ് പറഞ്ഞു, സെക്കൻഡ് പറഞ്ഞു, തേർഡ് പറഞ്ഞു. ഇനി ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ബിഗ് മൊഡ്യൂൾ, ഓർഗാനിക് ആണ്. സോ ഫോർത്ത് മൊഡ്യൂൾ സ്റ്റീരിയോ കെമിസ്ട്രി ആണ്. സ്റ്റീരിയോ കെമിസ്ട്രിയിലെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഐസോമറിസം നോക്കിക്കോളാം. വൺസ് ഐസോമറിസം ഈസ് ആസ്ക്ഡ് ആസ് ആൻ എസ്സേ ഫോർ 10 മാർക്സ്. അപ്പോൾ സ്ട്രക്ചറൽ ഐസോമറിസത്തില് പഠിക്കുമ്പോൾ ഓരോ ഐസോമറിസവും അതിന്റെ ഏതെങ്കിലും ഒരു സിമ്പിൾ എക്സാമ്പിൾ, വാട്ട് ഈസ് ഐസോമറിസം ആൻഡ് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഐസോമേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത്. 10 മാർക്സിന് എസ്സേ ആയിട്ട്. അപ്പോൾ വിത്ത് എക്സാമ്പിൾ വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. അതാണ് ഫസ്റ്റ്. ദെൻ ജോമെട്രിക്കൽ ഐസോമറിസം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാറുണ്ട്. സ്റ്റീരിയോ ഐസോമറിസത്തിലാണ്. അപ്പൊ ജോമെട്രിക്കൽ ഐസോമറിസം ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സിനും കിങ് കോമ്പൗണ്ട്സിനും ഉള്ളത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തൊരു എക്സാമ്പിളും എഴുതിയാൽ മതി. ഫസ്റ്റ് ഐസോമറിസം, സ്ട്രക്ചറൽ ഐസോമറിസം എക്സ്പ്ലെയിൻ ചെയ്യാൻ. സെക്കൻഡ് വൺ ജോമെട്രിക്കൽ ഐസോമറിസം എക്സ്പ്ലെയിൻ ചെയ്യാൻ. ദെൻ ഒപ്റ്റിക്കൽ ഐസോമറിസം ചോദിക്കുന്നത്, ഒപ്റ്റിക്കൽ ഐസോമറിസത്തിൽ നിന്ന് ചോദിക്കുന്നത് വാട്ട് ആർ ദ കണ്ടീഷൻസ് ടു ഷോ ഒപ്റ്റിക്കൽ ഐസോമറിസം. ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? അത് 2 പോയിന്റ്സ്. ഒന്ന് പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാവാൻ പാടില്ല, ഒന്ന് കൈറാൽ ആയിരിക്കണം. ഈ രണ്ട് പോയിന്റ്സ് എഴുതാം. ഒരു എക്സാമ്പിൾ ജനറലി ഇതിനകത്തില്ല, ലാക്ടിക് ആസിഡ് തന്നെ എഴുതിയാൽ മതി. ലാക്ടിക് ആസിഡിന്റെ സ്ട്രക്ചർ ഏതെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈറാൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും അസിമെട്രിക്, എല്ലാ അസിമെട്രിക് എന്ന് പറഞ്ഞാൽ കാർബണിന്റെ എല്ലാ വാലൻസീസും ഡിഫറെന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒന്ന് ഇഷ്ടമുള്ളത് എഴുതിക്കോളാം. നിങ്ങൾക്ക് അറിയാലോ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഒക്കെ. അപ്പൊ ഏതെങ്കിലും ഒരു എക്സാമ്പിളും കൂടി എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും. അപ്പൊ ഒപ്റ്റിക്കൽ ഐസോമറിസത്തിലാണ് ഒന്ന് വാട്ട് ആർ ദ കണ്ടീഷൻ ടു ഷോ ഒപ്റ്റിക്കൽ ഐസോമറിസം. ദെൻ എനൻഷിയോമേഴ്സും ഡയസ്റ്റീരിയോമേഴ്സും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ മിറർ ഇമേജ്, ഏതെങ്കിലും ഒരു മോളിക്യൂൾ തന്നാൽ അതിന്റെ മിറർ ഇമേജ് എഴുതാൻ ഈ ഹൊറിസോണ്ടൽ ലൈൻ മാത്രം ചേഞ്ച് ആക്കിക്കോളാം. ദാറ്റ് ഈസ് ദ മിറർ ഇമേജ്. മിറർ ഇമേജ് പ്ലെയിൻ ഓഫ് സിമെട്രി ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല ഒപ്റ്റിക്കൽ ഐസോമറിസത്തിന്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എനൻഷിയോമേഴ്സും ഡയസ്റ്റീരിയോമേഴ്സും തമ്മിലുള്ള ഡിഫറൻസസ്. അതിനൊരു എക്സാമ്പിള്, രണ്ടും ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. അതുപോലെ ഈ ഒരു പോയിന്റ്, ആകെ ഈ ഒരു മോളിക്യൂൾസ് മാത്രമാണ് നിങ്ങൾക്ക് ചോദിക്കാറുള്ളത് നമ്പർ ഓഫ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് കണ്ടുപിടിക്കാനുള്ളത്. 2,3 ഡൈഹൈഡ്രോക്സി ബ്യൂട്ടനോയിക് ആസിഡ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാകണം. അപ്പൊ ഈ ഒരു മോളിക്യൂളെ ചോദിക്കുള്ളൂ. ഒന്ന് ടാർട്ടാറിക് ആസിഡ്, നമ്പർ ഓഫ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് കണ്ടുപിടിക്കാനാണ്. ഇക്വേഷൻ നമ്മൾക്കറിയാം 2n ആണ്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അസിമെട്രിക് കാർബൺ ആറ്റംസ് ആണ്. അപ്പൊ ഇതില് അസിമെട്രിക് കാർബൺ ആറ്റം എന്ന് പറയുന്നത് ഇത് ഒരെണ്ണം, അതായത് ഓൾ വാലൻസീസ് ഡിഫറെന്റ് ആയത്. ഫസ്റ്റ് CH3 നോക്കിയാൽ കാർബണിന് ചുറ്റും ഹൈഡ്രജൻ ആണ്. സോ അതിന്റെ ഡിഫറെന്റ് അല്ല വാലൻസീസ്, അപ്പൊ അത് അസിമെട്രിക് അല്ല. ഈ മിഡിലുള്ള 2 എണ്ണമാണ് അസിമെട്രിക്. 2:2 വരും. 2:2 എന്ന് പറഞ്ഞാൽ 4 ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇത് ഫിഷർ പ്രൊജക്ഷൻ ഫോർമുലയാണ്. ഈ 4 ഐസോമേഴ്സും നമ്മൾ എഴുതണം. ഫോർമുല ഓൾറെഡി ക്വസ്റ്റ്യനിൽ തരും. 2,3 ഡൈഹൈഡ്രോക്സി ബ്യൂട്ടനോയിക് ആസിഡ് ആണ്. സെക്കൻഡ് പൊസിഷനിലും തേർഡ് പൊസിഷനിലും OH ഗ്രൂപ്പ് വരുന്ന ബ്യൂട്ടനോയിക് 4 കാർബൺ ആറ്റുള്ള കോമ്പൗണ്ട്. This is the structure. ഫസ്റ്റ് സ്ട്രക്ചർ എഴുതാം. OH സെയിം സൈഡിലാക്കിയിട്ട് എഴുതാം. അതിന്റെ മിറർ ഇമേജ്, അത് സെക്കൻഡ് സ്ട്രക്ചേഴ്സ് ആയി. then ഏതെങ്കിലും ഒരെണ്ണം ടെസ്റ്റ് ചെയ്തിട്ട് അതിന് മിറർ ഇമേജ് എഴുതുമ്പോൾ ഈ വെർട്ടിക്കൽ പോർഷൻസ് ഒന്നും ചേഞ്ച് ആവില്ല, ഹൊറിസോണ്ടൽ പോർഷൻസ് മാത്രമാണ് മാറുള്ളൂ. ഇനി ഇവിടെ എന്ന് പറയുന്നത് ഈ ടെർമിനൽ ഗ്രൂപ്പ്സ് രണ്ടും ഡിഫറെന്റ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് 4 ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് കിട്ടിയത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ ചോദിക്കുന്നതാണ് മീസോ ടാർട്ടാറിക് ആസിഡ്. അതും ബ്യൂട്ടനോയിക് ആസിഡ് പോലെ തന്നെ 4 കാർബണാറ്റ് ആണ്. പക്ഷെ ഡിഫറൻസ് എന്ന് പറയുന്ന ഓൺലി 2 മുകളിലും താഴെയും COOH ആയിരിക്കും. അത് രണ്ടും സെയിം ആയതുകൊണ്ട് അവിടെ ഒരു പ്ലെയിൻ ഓഫ് സിമെട്രി വരും.
സോ ഇവിടെ 4 ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് പോസിബിൾ അല്ല. കാരണം പ്ലെയിൻ ഓഫ് സിമെട്രി ഉള്ള ഒരു മോളിക്യൂൾ ഒരിക്കലും ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല. ദാറ്റ് ഫോം ഈസ് കോൾഡ് മീസോ. ഈ ഒരു 2 മോളിക്യൂൾസ് ഒന്ന് നോക്കിയേക്കാം ഒപ്റ്റിക്കൽ ഐസോമറിസത്തില്. ദെൻ ഒപ്റ്റിക്കൽ ഐസോമറിസത്തിൽ അത്രയും പോർഷൻസ് നോക്കിയാൽ മതി. അപ്പം ജോമെട്രിക്കൽ ഐസോമറിസം എന്താണെന്ന് നോക്കുക. ജോമെട്രിക്കൽ ഐസോമറിസം നോക്കുക. ഒപ്റ്റിക്കല് കണ്ടീഷൻ ടു ഷോ ഒപ്റ്റിക്കൽ ഐസോമറിസം. ദെൻ നമ്പർ ഓഫ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസും ഈ 2 എക്സാമ്പിൾസും. ഇനി നമുക്ക് ആ മോളിക്യൂൾസിനെ ഒരു ഓർഗാനിക് മോളിക്യൂൾസിനെ 3 ഡയമെൻഷനിൽ അറേഞ്ച് ചെയ്യാനുള്ളതാണ്. അപ്പൊ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പൊ അതിൽ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. വെഡ്ജ് ആൻഡ് ഡാഷ് ഫോർമുലയില് തിക്ക് ലൈൻ എന്ന് പറയുന്നത് ഫ്രണ്ട് കാർബൺ ആണ്, ഡാഷ് ലൈൻ എന്ന് പറയുന്നത് ബാക്ക് കാർബൺ ആണ്. അങ്ങനെ ആ ഒരു പോയിന്റ്സ് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഫിഷർ പ്രൊജക്ഷൻ ആണെങ്കിൽ ബാക്ക് കാർബൺ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ലൈൻ ആണ്. ഫിഷർ പ്രൊജക്ഷനില് ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്നത് ഫ്രണ്ട് ആണ്. ഇതാണ് ഫിഷർ പ്രൊജക്ഷൻ. ദിസ് ഈസ് ദ ഫിഷർ പ്രൊജക്ഷൻ. അതില് ഈ വെർട്ടിക്കൽ ലൈന് ബാക്ക് ആണ്, ഹൊറിസോണ്ടൽ ലൈൻ വെർട്ടിക്കൽ ലൈന് ഫ്രണ്ട് ആണ്, ഹൊറിസോണ്ടൽ ലൈന് ബാക്ക് കാർബൺ ആണ്. വെഡ്ജ് ആൻഡ് ഡാഷിലാണെങ്കിൽ ഡാഷ് ആണ് ബാക്ക് കാർബൺ, ഫ്രണ്ട് ആണ് തിക്ക് ലൈൻ കൊണ്ടുള്ളത് ഫ്രണ്ട് ആണ്. അങ്ങനെയുള്ള പോയിന്റ്സ് മാത്രം നോക്കുക. വെഡ്ജ് ഹോസിലാണെങ്കിൽ ഹോസിന്റെ ഷേപ്പ് ആണ് ഫ്രണ്ട് കാർബൺ താഴെ എഴുതും, ബാക്ക് കാർബൺ മുകളിൽ എഴുതും. ഇനി ന്യൂമൻ പ്രൊജക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ സർക്കിൾ ആണ് ബാക്ക് കാർബൺ, ഈ വൈ ഷേപ്പിൽ എഴുതുന്നതാണ് ഫ്രണ്ട് കാർബൺ. അതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്താ സ്ട്രക്ചർ, എങ്ങനെയാണ് ബാക്ക് കാർബണും എന്താ ഫ്രണ്ട് കാർബൺ നോക്കിയാൽ മതി. പിന്നെ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഇ ആൻഡ് ഇസഡ് ആണ്. അതായത് ജോമെട്രിക്കൽ ഐസോമറിസത്തിൽ തന്നെ ഈ 4 സബ്സ്റ്റിറ്റ്യൂവൻസും ഡിഫറെന്റ് ആണെങ്കിൽ നമ്മൾ നെയിമിംഗ് കൊടുക്കുന്നതാണ്. ഈ ഓർക്കാൻ എളുപ്പം ഇ ഫോർ എനിമി ആൻഡ് ഇസഡ് ഫോർ സീസൈ. അപ്പൊ ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഓരോ കാർബണിലും നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകള് 1, 2 ആണെങ്കിൽ ആദ്യം ഈ കാർബണിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകളുടെ അറ്റോമിക് നമ്പറിന്റെ ബേസിസിൽ ഇതിനെ എന്ത് ചെയ്തോളാം, നമ്പർ ചെയ്യാം. ഇവിടെ ആദ്യത്തെ ആറ്റം ആണ് നോക്കേണ്ടത്. ഇവിടെ ആദ്യം കാർബൺ ആണ്, ഇവിടെ ഹൈഡ്രജൻ ആണ്. കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആയതുകൊണ്ടാണ് നമ്മൾ പ്രയോറിറ്റി 1 കൊടുത്തത്. ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 2 ആണ്, അപ്പൊ ഇവിടെ പ്രയോറിറ്റി 2 കൊടുത്തോളൂ. അതേപോലെ അടുത്ത കാർബൺ ആറ്റത്തിലും നോക്കാം. ഇവിടെ കാർബൺ ആണ് ഫസ്റ്റ്, ഇവിടെയും കാർബൺ ആണ്. രണ്ടും സെയിം വരുമ്പോൾ തൊട്ടടുത്ത ആറ്റം നോക്കാം. ഇവിടെ ഹൈഡ്രജൻ ആണ്, ഇവിടെ ഓക്സിജൻ ആണ്. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ ആണ് ഹയർ, അപ്പൊ ഇതിന് 1 കൊടുക്കാം, ഇതിന് 2 കൊടുക്കാം. അപ്പൊ ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ട ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്. അറ്റോമിക് നമ്പറിന്റെ ബേസിസിൽ ഓരോ കാർബണിലുള്ള സബ്സ്റ്റിറ്റ്യൂവൻസിനെയും നമ്പർ ചെയ്യാം. പിന്നെ നോക്കേണ്ടത് ഈ നമ്പർ ചെയ്യുമ്പോൾ നമ്മൾ 1 കൊടുത്തതും അതുപോലെ 2 കൊടുത്തതും എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ 1ഉം 1ഉം ഓപ്പോസിറ്റ് കാർബണിലാണ് കൊടുത്തേക്കുന്നത്. അത് രണ്ടും ഓപ്പോസിറ്റ് ആണ്. സോ ദ കോൺഫിഗറേഷൻ ഈസ് ഇ. ഇതേപോലെ 1ഉം 1ഉം സെയിം ആണെങ്കിൽ ദ കോൺഫിഗറേഷൻ ഈസ് ഇസെഡ്. ഇസെഡ് ഒക്കെ സിമ്പിൾ ആണ്. നമുക്ക് 3 മാർക്സ് കിട്ടാൻ ചോദിക്കുകയാണെങ്കിൽ 3 മാർക്സ് കിട്ടാൻ എളുപ്പമാണ്. പിന്നെ വരുന്നതാണ് ആർ ആൻഡ് എസ്. അതാണ് 2 കോൺഫിഗറേഷൻ ഈ ഒരു പോർഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഈ ആർ ആൻഡ് എസും ഇതേപോലെ തന്നെ അറ്റോമിക് നമ്പറിന്റെ ബേസിസിലാണ് നമ്മൾ നമ്പർ ചെയ്യേണ്ടത്. നമ്പർ ചെയ്തതിന്റെ ശേഷം പ്രയോറിറ്റി ഓർഡറിൽ നമ്പർ ചെയ്തോളാം. ഇവിടെ COOH, CH3, OH, H. ഇവിടെ അറ്റോമിക് നമ്പർ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ആയതുകൊണ്ട് നമ്പർ 1 ഇതിന് കൊടുത്തു. ഇനി ബാക്കിയുള്ള 3 CH3, COOH, H ആണ്. ഇതിൽ എല്ലാത്തിന്റെയും ഫസ്റ്റ് ആറ്റം കാർബൺ ആണ്. കാർബണിന്റെ 6 ആണ് അറ്റോമിക് നമ്പർ. അപ്പൊ രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്ക് അടുത്ത ആറ്റം ഓക്സിജൻ നോക്കാം. ഇവിടെ ഓക്സിജൻ ആണ്, അതുകൊണ്ട് ഇതിന് 2 നമുക്ക് നമ്പർ കൊടുക്കാം. ദെൻ CH3യും H ആണ്. കാർബണും ഹൈഡ്രജനും ആയതുകൊണ്ട് ദിസ് ഇസ് 3, ദിസ് ഇസ് H, 4. അപ്പൊ അങ്ങനെ നമ്പർ ചെയ്തതിന്റെ ശേഷം നമുക്ക് ഇതിനെ റൊട്ടേറ്റ് ചെയ്യിക്കണം 1ൽ നിന്നും 4ലേക്ക്. അപ്പം അങ്ങനെ റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോൾ ഈ കൺഫോർമേഷൻ അല്ലെങ്കിൽ അത് ആ റൊട്ടേറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ നമുക്ക് 6 എന്ന് കൊടുക്കാം.
ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ S. അതാണ് ആറും എസ്. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പറിന്റെ ബേസിസിൽ നമ്പർ ചെയ്യുക. രണ്ടാമത്തെ റൂള് ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ എന്ന് നോക്കുക. ക്ലോക്ക് വൈസ് ആണെങ്കിൽ 6, ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ എസ്. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ലീസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ഹൈഡ്രജൻ എന്നുള്ളത് എപ്പോഴും ബാക്കിലായിരിക്കണം. അതായത് എപ്പോഴും വെഡ്ജ് ആൻഡ് ഡാഷിലാണെങ്കിൽ ഇങ്ങനെ ഡാഷ് ലൈനിൽ വരണം. അത് ഡാഷ് ലൈനിൽ അല്ലെങ്കിൽ നമുക്ക് 6 കിട്ടിയേക്കുന്നതെങ്കിൽ അതിനെ നേരെ ഇൻവേർട്ട് ചെയ്ത് എസ് ആക്കിക്കോളാം. അതാണ് R and S കോൺഫിഗറേഷൻ. അപ്പൊ അതുപോലെ തന്നെ എല്ലാ വെഡ്ജ് ആൻഡ് ഡാഷിലും ഫിഷർ പ്രൊജക്ഷനിലും നമുക്ക് R and S എഴുതാൻ പറ്റും. അത് ചോദിക്കാറുള്ളതാണ് സ്ഥിരം. ന്യൂമൻ പ്രൊജക്ഷന് നമുക്ക് R and S ആക്കണമെങ്കിൽ ആദ്യം ന്യൂമൻ പ്രൊജക്ഷന് ഫിഷർ പ്രൊജക്ഷൻ ആക്കണം. ന്യൂമനെ ഫിഷർ ആക്കാൻ ആദ്യം 60 ഡിഗ്രി ഫ്രണ്ട് കാർബണെ റൊട്ടേറ്റ് ചെയ്യിക്കുക, എന്നിട്ട് അതിനെ ഫിഷർ പ്രൊജക്ഷനിലോട്ടാക്കി മാറ്റുക, എന്നിട്ട് വേണം R and S കണ്ടുപിടിക്കാൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കേണ്ടത് കൺഫർമേഷണൽ അനാലിസിസ് ഓഫ് ബ്യൂട്ടൈന് സൈക്ലോ ഹെക്സൈൻ. 10 മാർക്സിന് ചോദിക്കാറുണ്ട്. ഡൈമീഥൈൽ സൈക്ലോ ഹെക്സൈന്റെ കൺഫർമേഷൻസ് നോട്ട് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഡൈമീഥൈൽ സൈക്ലോ ഹെക്സൈന്റെ കൺഫർമേഷൻസ് അതും ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് ബ്യൂട്ടൈൻ ആണ്. ഈത്തൈന്റെയും ബ്യൂട്ടൈന്റെയും ഡൈമീഥൈൽ സൈക്ലോ ഹെക്സൈന്റെ ആണ് 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ദാറ്റ് ഈസ് കൺഫർമേഷൻസ്. അതാണ് ഫസ്റ്റ് സ്റ്റീരിയോ കെമിസ്ട്രി എന്നുള്ള പോർഷൻ. അതാണ്. ഇനി വരുന്നത് നമുക്ക് പോളിമർ കെമിസ്ട്രി ആണ്. പോളിമർ കെമിസ്ട്രിയിൽ വരുന്ന പോർഷൻസ് എന്ന് പറയുന്നത് അറിയായിരിക്കും നിങ്ങൾക്ക്. ABS, കെവ്ലാർ, അതിന്റെ പ്രിപ്പറേഷൻ, പ്രോപ്പർട്ടീസ്, അതേപോലെ തന്നെ ആപ്ലിക്കേഷൻസ്. അത് കോമൺ ആയിട്ട് എഴുതാൻ പറ്റും എല്ലാത്തിന്റെയും. പോളിമേഴ്സിന്റെ ആപ്ലിക്കേഷൻസ് എപ്പോഴും ഏകദേശം ഒരേപോലെയുള്ള പോളിമേഴ്സ് ആണ്. പിന്നെ പോളിമേഴ്സിന്റെ ആപ്ലിക്കേഷൻസും സെയിം ആണ്. നമുക്ക് മോട്ടോർ വെഹിക്കിൾസിന്റെ ടയേഴ്സ്, അതുപോലെ മിക്സർ ഗ്രൈൻഡറിന്റെ പാർട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കോമൺലി എഴുതാം. കെവ്ലാറിന്റെ ആണെങ്കിൽ ആ സ്ട്രോങ് ആവാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് 3 നോക്കിക്കോളൂ. അത് ചോദിക്കാറുണ്ട്. അഡീഷണൽ സ്ട്രെങ്ത് ഓഫ് കെവ്ലാർ എങ്ങനെയാണ് കിട്ടുന്നത്. പിന്നെ പോളിമർ പാർട്ടിൽ കോപോളിമേഴ്സ് നോക്കുക. കോപോളിമേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻസ് അത് സ്ഥിരം ചോദിക്കുന്നതാണ്. ഈ 4 ക്ലാസിഫിക്കേഷൻസ് കോപോളിമേഴ്സിന്റെ. ദാറ്റ് ഈസ് റാൻഡം കോപോളിമർ, ഓൾട്ടർനേറ്റിംഗ് കോപോളിമർ, ബ്ലോക്ക്, ഗ്രാഫ്റ്റ്. ക്ലാസിഫിക്കേഷൻ ഓഫ് കോപോളിമേഴ്സ് ആണ്. പിന്നെ കണ്ടക്ടിങ് പോളിമേഴ്സിൽ പോളി അനലിനും പോളിപൈറോളും. ദെൻ ഈ ഒരു പോർഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് OLED, ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. OLED നിർബന്ധമായിട്ടും പഠിച്ചോളാം. OLED is a very important portion in the 4th module. ഇത്രയും പോർഷൻസ് ആണ് 4th മൊഡ്യൂളിൽ നോക്കേണ്ടത്. ഇനി ഏറ്റവും ലാസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള 5th മൊഡ്യൂള് വാട്ടർ ട്രീറ്റ്മെന്റ് ആണ്. ജനറലി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മൊഡ്യൂളാണ്. അപ്പൊ ഇതില് ഫസ്റ്റ് ഓഫ് ഓൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹാർഡ് വാട്ടേഴ്സ് നോക്കുക. സോഫ്റ്റ് വാട്ടർ, ഹാർഡ് വാട്ടർ എന്നുള്ള ആ ഒരു പോർഷൻ. എന്താണ് സോഫ്റ്റ് വാട്ടർ, എന്താണ് ഹാർഡ് വാട്ടർ, 3 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ദെൻ വൈ ഹാർഡ് വാട്ടർ ഡസ് നോട്ട് ഗീവ് ലെയ്തർ വിത്ത് സോപ്പ്. എന്തുകൊണ്ടാണ് സോപ്പിന് ലെയ്തർ തരാത്തത്? അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ വാട്ട് ഈസ് ഡിഗ്രി ഓഫ് ഹാർഡ്നെസ്. ഡിഗ്രി ഓഫ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഈ കാൽഷ്യം കാർബണേറ്റിന്റെ ബേസിസിൽ എന്തുകൊണ്ടാണ് വൈ വി ആർ ഡിറ്റർമൈനിങ് ദ ഹാർഡ്നെസ്? ദാറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. വൈ ഹാർഡ്നെസ് ഈസ് ഓൾവേസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ഇക്വലന്റ് ഹാർഡ്നെസ്. അതിലൊരു 3 പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സ് നോക്കാം. ഞാനിപ്പോ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒന്ന് what is soft water and what is hard water. Then why hard water does not give lather with soap. Then വരുന്നതെന്ന് പറഞ്ഞാൽ what is degree of hardness. Why calcium hardness is always measured in terms of calcium carbonate equivalent hardness. Then ഇതും ഈ പ്രോബ്ലം ചോദിക്കാറുണ്ട് എപ്പോഴും. കാൽഷ്യം കാർബണേറ്റ് ഇക്വലന്റ് ഹാർഡ്നെസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അല്ലെങ്കിൽ വാട്ടർ സാമ്പിളിൽ എന്തൊക്കെയാണ് ഇമ്പ്യൂരിറ്റീസ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഹാർഡ്നെസ് മെഷർ ചെയ്യാൻ പറയാറുണ്ട്. സോ അതും ഒരു പ്രോബ്ലം നോക്കണം. ആ ഒരു പ്രോബ്ലം എന്തായാലും ഒന്നില്ലെങ്കിൽ 3 മാർക്സ് അല്ലെങ്കിൽ 6 മാർക്സിന് ചോദിക്കാറുള്ളതാണ്.
hardness, calculate the total permanent and temporary hardness. Then any 4 units of hardness, any 4 units, that is ppm, milligram per liter, degree French, that is definition also you have to study. Then water softening methods, ion exchange method important ആണ്. Ion exchange method എങ്ങനെയാണ്? Ion exchange method എഴുതുമ്പോൾ what is ion exchange resin? What are the types of ion exchange resin? Cation exchange resin, anion exchange resin, then process, then degeneration. Also figure കൂടെ വരയ്ക്കണം. ആ ഒരു ഫിഗർ ജസ്റ്റ് റഫ് ആയിട്ട് വരച്ചാൽ മതി. നമ്മൾ ടെക്സ്റ്റിൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരയ്ക്കണ്ട. 2 സിലിണ്ടർ cation exchange resin ഫില്ല് ചെയ്യുക, ഒന്നില് anion exchange resin ഫില്ല് ചെയ്യുക, ഹാർഡ് വാട്ടർ കൊടുക്കുക, ഇത് രണ്ടും കൂടെ ട്യൂബ് വെച്ച് കണക്ട് ചെയ്യുക. ആദ്യം cation exchange resin വരയ്ക്കണം, എന്നിട്ട് വേണം anion exchange resin വെച്ചിട്ടുള്ള സിലിണ്ടർ വരയ്ക്കാൻ. ഇവിടുന്ന് പുറത്തുനിന്ന് നമുക്ക് പ്യൂർ വാട്ടർ എടുക്കാൻ പറ്റും. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. അയൺ എക്സ്ചേഞ്ച് ഫോർ ദ വാട്ടർ സോഫ്റ്റനിങ് മെത്തേഡ് ഓർ എക്സ്പ്ലെയിൻ അയൺ എക്സ്ചേഞ്ച് മെത്തേഡ്. Then next important essay question is the estimation of hardness by EDTA process. How EDTA process വഴി ഹാർഡ്നെസ് എങ്ങനെയാണ് മെഷർ ചെയ്യുക? പിന്നെ ഒരു പ്രോബ്ലം ഇതിനകത്ത്, ആകെ കുറച്ച് പ്രോബ്ലംസ് ഇതിനകത്തുള്ളൂ. ഒരു പ്രോബ്ലം ചോദിക്കുന്നത് മൊളാരിറ്റി തന്നിട്ട് ഹാർഡ്നെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. That is 0.01 molar MgSO4. Find the hardness of 0.01 molar MgSO4. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. മൊളാരിറ്റി ഇൻറ്റു 100 ഇൻറ്റു 1000 ചെയ്താൽ നമുക്ക് ഹാർഡ്നെസ് കിട്ടും. That is 0.01 into 100 into 1000. If instead of 0.01 molar, if the question is in normality, then you have to multiply 50 instead of 100. That is the equivalent weight of CaCO3. അതാണ് 2 ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാറുള്ളത്. പിന്നെ EDTA വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ആ ഒരു എസ്സേ പഠിച്ചു കഴിയുമ്പോൾ തന്നെ ആ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാകും. അയൺ എക്സ്ചേഞ്ച് മെത്തേഡ്, വാട്ടർ, ഹാർഡ് വാട്ടർ ബോയിലേഴ്സിൽ യൂസ് ചെയ്യുന്നതിനുള്ള ഡിസഡ്വാൻറ്റേജസ്, എനി 4 ഡിസഡ്വാൻറ്റേജസ് യു ഹാവ് ടു സ്റ്റഡി. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഹാർഡ് വാട്ടർ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഡിസഡ്വാൻറ്റേജസ്. അത് ഒന്ന് വായിച്ചിട്ട് ഓൺവേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. Then ion exchange method നോക്കണം. ഇത് ഷുവർലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ion exchange method. Then once there is a question, if in the deionization process, water is first passed through the cation exchange resin, then through the anion exchange resin. Why? നമ്മൾ ആദ്യം വെള്ളത്തിന് cation exchange റെസിനിലൂടെയാണ് പാസ് ചെയ്യുന്നത്, anion exchange റെസിനിലൂടെ അല്ല. അതിന് കാരണം എന്താണല്ലോ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് വൺസ് ചോദിച്ചതാണ്. അപ്പം അതിന്റെ റീസൺ എന്ന് പറയുന്നത് ആനയോൺ എക്സ്ചേഞ്ച് റെസിനിലൂടെ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ടറിനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ there is a precipitate of calcium hydroxide and magnesium hydroxide. അപ്പൊ അത് ആ ട്യൂബിന്റെ അവിടെ ക്ലോഗിങ് ആയിട്ട് നിന്നിട്ട്, അല്ലെങ്കിൽ അത് അവിടെ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഫർദർ പ്രോസസ്സ് നടക്കില്ല. അപ്പൊ കംപ്ലീറ്റ്ലി ആ പ്രോസസ്സ് സ്റ്റോപ്പ് ആവും. അതുകൊണ്ടാണ് ആ കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിനിലൂടെ ഫസ്റ്റ് ഓഫ് ഓൾ പാസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പം അതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ EDTA ഇസ് ആൻ എസ്സേ ക്വസ്റ്റ്യൻ. ദെൻ EDTA ചോദിക്കുന്ന ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ് ബഫർ ഈസ് ആഡഡ്. ദാറ്റ് ഈസ് എ 3 മാർക്ക് ക്വസ്റ്റ്യൻ. ദെൻ അയൺ എക്സ്ചേഞ്ച് മെത്തേഡ്. ദെൻ നെക്സ്റ്റ് എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് വാട്ടർ ട്രീറ്റ്മെന്റ് ആണ്. ഒന്ന് സീവേജ് വാട്ടർ ട്രീറ്റ്മെന്റ് ഉണ്ട്, അതേപോലെ തന്നെയാണ് ഡൊമസ്റ്റിക് വാട്ടർ ട്രീറ്റ്മെന്റ്. മാറിപ്പോവരുത്, എല്ലാവർക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാറുണ്ട്. ഡൊമസ്റ്റിക് വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ ആണ്. ഡ്രിങ്കിങ് വാട്ടറിനെ പ്യൂരിഫൈ ചെയ്യാനുള്ള മെത്തേഡ്സ് അത് ഈ 2 ഇതായിട്ട് തന്നെ എഴുതണം. ദാറ്റ് ഇസ് റിമൂവൽ ഓഫ് സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസും അതേപോലെ തന്നെ ഡിസിൻഫെക്ഷൻ. അത് 2 രീതിയിൽ തന്നെ എഴുതണം. ക്ലോറിനേഷന്റെ മെത്തേഡ്സ് എഴുതണം, അതുപോലെ UV റേസ് യൂസ് ചെയ്യാം അത് എഴുതണം. പിന്നെ അതുപോലെ തന്നെ ക്ലോറാമീൻ ആഡ് ചെയ്യുന്നത് എഴുതണം. ഓസോണറൈസസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ ആ 2 സ്റ്റെപ്പായിട്ട് എഴുതേണ്ടി വരും. അതായത് സീവേജ് അല്ല, സോറി, ഡ്രിങ്കിങ് വാട്ടർ ഓർ ഡൊമസ്റ്റിക് വാട്ടർ ട്രീറ്റ്മെന്റ്. ദെൻ ഇതിൽ നോക്കേണ്ടത് ബ്രേക്ക് പോയിന്റ് ഓഫ് ക്ലോറിനേഷൻ ആണ്. അത് എഴുതുമ്പോൾ ഗ്രാഫ് വരയ്ക്കണം, ഗ്രാഫിലെ ഓരോ പോയിന്റ്സും എക്സ്പ്ലെയിൻ ചെയ്യണം, അഡ്വാൻറ്റേജസ് എഴുതണം. ബ്രേക്ക് പോയിന്റ് ഓഫ് ക്ലോറിനേഷൻ 6 മാർക്കിന് ചോദിക്കാറുണ്ട്. ദെൻ വൺസ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്, ഈ നിങ്ങളുടെ വീട്ടില് ഇഫ് യു ഹാവ് പ്രൊവൈഡഡ് വിത്ത് എ വാട്ടർ പ്യൂരിഫയർ
which uses ion exchange resin, chlorine and carbon for disinfection. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മളുടെ ഒരു കടയിലുള്ള ഒരു അഡ്വർടൈസ്മെന്റ് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടർ പ്യൂരിഫയറിൽ കാർബൺ യൂസ് ചെയ്യുന്നുണ്ട് വാട്ടർ പ്യൂരിഫൈ ചെയ്യാൻ, അയൺ എക്സ്ചേഞ്ച് റെസിൻസ് യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ UV റേസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്താണ് ഇൻഫർ ചെയ്യുന്നത്? അപ്പൊ കാർബൺ ഉപയോഗിക്കുമ്പോൾ എല്ലാ ഓർഗാനിക് കമ്പോണൻസിനെയും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അത് ഓൾ വോളട്ടൈൽ ഓർഗാനിക് കമ്പോണൻസിനെ അഡ്സോർബ് ചെയ്യും കാർബൺ. അയൺ എക്സ്ചേഞ്ച് റെസിൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് വിൽ ബി റിമൂവ്ഡ്. ക്ലോറിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദർ വിൽ ബി ഡിസിൻഫെക്ഷൻ, അതായത് മൈക്രോ ഓർഗാനിസത്തിനെ കിൽ ചെയ്യും. അപ്പൊ അങ്ങനെ ഒക്കെ ചോദിക്കാറുണ്ട്. അതായത് നമ്മുടെ വാട്ടർ പ്യൂരിഫയറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പോണൻസ് ഏതൊക്കെയാണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാണ് ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പൊ അതാണ് ഒരു SC ആണത്, ദാറ്റ് ഈസ് ഡൊമസ്റ്റിക് വാട്ടർ ട്രീറ്റ്മെന്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സീവേജ് ആണ്. സീവേജ് നോക്കുമ്പോൾ നിങ്ങൾ ഡിഫറൻസസ് ബിറ്റ്വീൻ എയറോബിക് ആൻഡ് അനഎയറോബിക് ഓക്സിഡേഷൻ നോക്കണം. കഴിഞ്ഞ പ്രാവശ്യത്തെ essay ആയിരുന്നത് ഡിഫറൻസസ് ബിറ്റ്വീൻ എയറോബിക് ആൻഡ് അനഎയറോബിക് ഓക്സിഡേഷൻ. ദെൻ അതിന്റെ പ്യൂരിറ്റി ക്രൈറ്റീരിയാസ് 3 എണ്ണമാണ്. DO, COD, BOD. DO നോക്കുമ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിസോൾവ്ഡ് ഓക്സിജൻ വേണം. അതേപോലെ തന്നെ അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കണം. ദെൻ എങ്ങനെയാണ് DO കണ്ടുപിടിക്കുക, ആ വിംഗ്ലേഴ്സ് മെത്തേഡ് നോക്കണം. കഴിഞ്ഞ S1 എക്സാമിന്റെ essay ആണ് ഡിസോൾവ്ഡ് ഓക്സിജൻ. ദെൻ COD നോക്കുമ്പോൾ CODയുടെ ഡെഫിനിഷൻ എന്താണ്, CODയുടെ എങ്ങനെയാണ് നമ്മൾ COD ഡിറ്റർമൈൻ ചെയ്യുക, ഇക്വേഷൻ. BODയും അതേപോലെ തന്നെ വാട്ട് ഈസ് BOD ഡെഫിനിഷൻ, BOD എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ BODയുടെ ഇക്വേഷൻ. അപ്പൊ അങ്ങനെ വേണം DOയും CODയും BODയും പഠിക്കും. Then one of the important question is reverse osmosis. How will you desalinate the seawater? അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഡീസാലിനേഷൻ പ്രോസസ് റിവേഴ്സ് ഓസ്മോസിസ് ആണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് റിവേഴ്സ് ഓസ്മോസിസ്. അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും, ഹൗ വിൽ യു പെർഫോം റിവേഴ്സ് ഓസ്മോസിസ് ചോദിക്കാം, അല്ലെങ്കിൽ സീ വാട്ടറിനെ എങ്ങനെ പ്യൂരിഫൈ ചെയ്യാമെന്ന് ചോദിക്കാം. ദെൻ ദ ലാസ്റ്റ് പോർഷൻ ഇസ് ദ സീവേജ് വാട്ടർ ട്രീറ്റ്മെന്റ്. സീവേജ് വാട്ടർ ട്രീറ്റ്മെന്റ് പഠിക്കുമ്പോൾ ഫസ്റ്റ് പോർഷൻ സീവേജ് വാട്ടർ ട്രീറ്റ്മെന്റിലെ നമുക്ക് പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ആ 3 ട്രീറ്റ്മെന്റും നോക്കണം. ഈ ഒരു ഫിഗർ വേണം. ഈ ഒരു ഫ്ലോ ചാർട്ടിന് മാർക്ക് ഉണ്ട്. അപ്പൊ ഈ ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കണം. പിന്നെ എന്താണ് പ്രൈമറി ട്രീറ്റ്മെന്റ്? പ്രൈമറി ട്രീറ്റ്മെന്റിൽ സോളിഡ് ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാനാണെന്നുള്ളത് എഴുതുക. അതിൽ നമ്മൾ നേരത്തെ എഴുതിയ സെയിം മെത്തേഡ്സ് തന്നെ, സ്ക്രീനിങ്, സെഡിമെന്റേഷൻ, ഒരു 4 മെത്തേഡെങ്കിലും എഴുതാം. ദെൻ സെക്കൻഡറി ട്രീറ്റ്മെന്റ് നോക്കുമ്പോൾ ട്രിക്ലിംഗ് ഫിൽറ്ററും UASB 2 പ്രോസസ്സും വെരി ഇമ്പോർട്ടന്റ് ആണ്. ദെൻ വരുന്നത് ടെറിഷറി പ്രോസസ് ആണ്. ഈ ടെറിഷറി പ്രോസസ്സിൽ ഡിസിൻഫെക്ഷൻ മെത്തേഡാണ്. അപ്പൊ നിങ്ങൾക്ക് ക്ലോറിനേഷൻ, നമ്മൾ നേരത്തെ പഠിച്ച ക്ലോറിനേഷൻ എഴുതിയാലും മതി. അപ്പൊ ഇത്രയും പോർഷൻ ആണ് ഫിഫ്ത്ത് മൊഡ്യൂളിൽ നിന്നുള്ളത്. ഫിഫ്ത്ത് മൊഡ്യൂളില് സീവേജ് 4 essays ആ വരുന്നത്. ഒന്ന് DTA മെത്തേഡ്, അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ്. ദെൻ സെക്കൻഡ് വൺ ഡൊമസ്റ്റിക് വാട്ടർ ട്രീറ്റ്മെന്റ്. ദെൻ സീവേജ് വാട്ടർ ട്രീറ്റ്മെന്റ്. Then dissolved oxygen, factors affecting dissolved oxygen, and how will you determine the dissolved oxygen, and what is the significance of dissolved oxygen. ഇത്രയുമാണ് essay ക്വസ്റ്റൻ ആയിട്ട് വരുന്നത്. സബ് ക്വസ്റ്റൻ ആയിട്ട് വരുന്നതാണ് ബ്രേക്ക് പോയിന്റ് ഓഫ് ക്ലോറിനേഷൻ. അതേപോലെ ബ്രേക്ക് പോയിന്റ് ഓഫ് ക്ലോറിനേഷൻ ചോദിക്കാം. Then disinfection methods, chlorination, how will you chlorinate the water എന്നുള്ള ക്വസ്റ്റ്യൻ 6 മാർക്കിന് ചോദിക്കാം. പിന്നെ ഒരു പ്രാവശ്യം ചോദിച്ചതാണ് എക്സസ് ക്ലോറിൻ എങ്ങനെ റിമൂവ് ചെയ്യാം. വാട്ടറിലോട്ട് നമ്മൾ ക്ലോറിനേഷൻ നടത്തുമ്പോൾ അതിനകത്തുള്ള എക്സസ് ക്ലോറിനെ എങ്ങനെ റിമൂവ് ചെയ്യാം. എക്സസ് ക്ലോറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നല്ലെങ്കിൽ കാർബൺ, കോക്ക് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ സൾഫർ ഡയോക്സൈഡ് ആഡ് ചെയ്യുക. അതൊക്കെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. അപ്പൊ ഇത്രയും essays ആണ് ഫിഫ്ത്ത് മൊഡ്യൂളിലുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു, സെക്കൻഡ് മൊഡ്യൂൾ പറഞ്ഞു, തേർഡ് പറഞ്ഞു, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ. Yes, ma'am.
ഇനി എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും പ്രോബ്ലം എന്തെങ്കിലും വേണമെങ്കിൽ ചോദിച്ചോളാ, പറഞ്ഞു തരാം. ഫൈനൽ ഫ്രഷപ്പ് ആയിട്ട് ഏതെങ്കിലും മൊഡ്യൂളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? മാം ഇതൊക്കെ ഷെയർ ചെയ്യൂലേ? നോട്ട്സ് വേണമെങ്കിൽ ഷെയർ ചെയ്യാം, ക്വസ്റ്റ്യൻ ബാങ്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ഓക്കെ, നോട്ട്സും ക്വസ്റ്റ്യൻ ബാങ്കും ഷെയർ ചെയ്തേക്കാം. അതിനകത്ത് എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇതുവരെ ഒരു 10 വർഷം നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സും ഉണ്ട്. ഓക്കെ, ഏതെങ്കിലും പ്രോബ്ലംസ് ഡൗട്ട് ഉണ്ടോ ഏതെങ്കിലും മൊഡ്യൂളില്? എങ്ങനെയാ ചെയ്യുന്നതിനുള്ള ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കുക, നമുക്കിത് ചെയ്യാം. എല്ലാരും ഓവറോൾ എല്ലാ മൊഡ്യൂൾസും കംപ്ലീറ്റ് ആക്കിയോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? മാം എന്നാ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഡൗട്ട്സ് ഒന്നുമില്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, നോട്ട്സ് ഞാൻ ഷെയർ ചെയ്ത് തരാം. നോട്ട്സ് അപ്പൊ ഞാൻ ആർക്കാ ഷെയർ ചെയ്യേണ്ടത്? ചൈത്രക്ക് ഷെയർ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ ലിങ്കിന്റെ ഡ്രൈവ് ലിങ്ക് ഷെയർ ചെയ്ത് തരാം. ഓക്കെ. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, ശരി. ഓക്കെ, എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതാം. ബെസ്റ്റ് വിഷസ്.